അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷം. വീണ്ടും എൽ കാബോദ് ഫാമിലിയോടൊപ്പം ഇന്ന് ചില നിമിഷങ്ങൾ ആയിരിക്കുന്നതിൽ ഞാൻ ക്രിസ്തുവിൽ വളരെ സന്തോഷിക്കുന്നു. ദൈവിക സത്യങ്ങളെക്കുറിച്ച് ആഴമായി അറിയുവാനും ക്രിസ്തുവിൽ വീണ്ടും വീണ്ടും വളരുവാനും ഈ തലമുറയിൽ എന്നിലൂടെ ദൈവം തുറക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവിക സത്യങ്ങളിൽ അടിയുറച്ചു നിൽക്കുവാനും ആ സത്യത്തെ എന്നിലൂടെ ഈ ഭൂമി കാണണമെന്ന് വളരെ വിശ്വസിച്ച് ആത്മീക ജീവിതം നയിക്കുന്ന അനുഗ്രഹീതരായ അഭിഷക്തനും കുടുംബവും അനുഗ്രഹീതരായ വെളിപ്പാടുകളുള്ള ജനമാണ് ഇന്ന് ഈ സൂമിനകത്ത് ഇരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ വീണ്ടും ഒരുമിച്ച് കൂടിയത് എപ്പോഴാണ് എൻ്റെ അത്ഭുതം വരുന്നതെന്ന് അറിയാനല്ല, എപ്പോഴാണ് എൻ്റെ വിടുതൽ വരുന്നതെന്ന് അറിയാനല്ല, ക്രിസ്തു എൻ്റെ മേൽ തുറന്നിട്ടിരിക്കുന്ന, എനിക്ക് മാത്രമായി പിതാവ് തുറന്ന, എൻ്റെ മേൽ തുറന്നു കിടക്കുന്ന ദൈവപ്രവർത്തികളെ എനിക്കൊന്നു വാക്കുകൾ വ്യത്യസ്തമായിരിക്കും, സെന്റൻസുകൾ വ്യത്യസ്തമായിരിക്കും. അതിൻ്റെ അർത്ഥം അത്ഭുതമില്ലെന്നല്ല, വീര്യപ്രവൃത്തികളില്ലെന്നല്ല. ഇന്നെൻ്റെ മുമ്പിൽ ഇരിക്കുന്ന എല്ലാവരും അത്ഭുതം പ്രാപിക്കാൻ വന്നവരല്ല. നിങ്ങളെല്ലാം ഒരു അത്ഭുതമാണ്. ആമേൻ. അത്ഭുതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ഒരു എളുപ്പകരമായൊരു കീ പറഞ്ഞു തരാം. കർത്താവേ എന്നെ അത്ഭുതമാക്കണേ, കർത്താവേ എനിക്ക് അത്ഭുതം തരണേ, എനിക്ക് വിടുതൽ തരണേ എന്ന് പറയുന്നതിനേക്കാൾ ശക്തമായൊരു കീ ആണ് ഞാൻ ക്രിസ്തുവിൽ ഒരു അത്ഭുതമാകയാൽ എൻ്റെ ജീവിതം മുഴുവൻ ഒരു അത്ഭുതമാണ്. അത്ഭുതമല്ലാത്തൊരു ദിവസം എനിക്കില്ല. ആമേൻ പറഞ്ഞു സ്വീകരിച്ചു. അത്ഭുതമല്ലാത്തൊരു മിനിറ്റ് എനിക്കില്ല. ആമേൻ. അതാണ് അതിൻ്റെ ഒരു കീ. കാരണം യേശു ക്രിസ്തുവിൽ ഞാനൊരു അത്ഭുതമാണ്. അത്ഭുതമായ എനിക്ക് എൻ്റെ ജീവിതത്തിൽ നടക്കുന്നതെല്ലാം അത്ഭുതമാണ്. അത്ഭുതമാകാനുള്ള ഒരു നല്ല വഴി, അത്ഭുതം പ്രാപിക്കാനുള്ള ഒരു നല്ല വഴി, ഞാനൊരു അത്ഭുതമാണെന്ന് വിശ്വസിക്കുക. കർത്താവേ എന്നെ അനുഗ്രഹിക്കണം, എനിക്ക് വഴി തുറക്കണം, എനിക്ക് നന്മ തുറക്കണം. ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ. ഞാൻ അടക്കം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഈ അനുഗ്രഹം നമ്മുടെ അകത്ത് വരാനുള്ള ഒരു എളുപ്പ വഴി പറഞ്ഞു തരാം. യേശു എന്നെ അനുഗ്രഹിക്കും എന്ന വാക്കിനും അപ്പുറം യേശു ക്രിസ്തുവിൽ ഞാനൊരു അനുഗ്രഹമാണ് എന്ന് വിശ്വസിച്ചിട്ട് പ്രാർത്ഥിക്കുക. ആമേൻ. ഇന്ന് 46 ഫാമിലീസ് ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്നതിൽ വളരെ സന്തോഷിക്കുന്നു. പിന്നെ ഇൻട്രഡക്ഷൻ ഞാൻ പറയാത്തത്, ഈ കബോദ് എന്ന് പറയുന്നത് എൻ്റെ ഒരു കുടുംബമാണ്. അതുകൊണ്ടാണ് ഞാൻ ഒരു ഗസ്റ്റ് പാസ്റ്റർ വന്ന് ഇൻട്രഡക്ഷനൊക്കെ അങ്ങനെ പറയാത്തത്. അതുകൊണ്ട് ആരും ചിന്തിക്കരുത് ഞാൻ ഇദ്ദേഹം ഇൻട്രഡക്ഷൻ ഒന്നും പറയുന്നില്ലല്ലോ. വീട്ടിൽ വരുമ്പോൾ, ഫാമിലിക്കകത്ത് വരുമ്പോൾ ഇൻട്രഡക്ഷൻ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നു ദൈവം നിങ്ങളെ വളർത്തും. ഞാൻ വിശ്വസിക്കുന്നു ദൈവം ഈ അഭിഷക്തനെയും കുടുംബത്തെയും മിഡിൽ ഈസ്റ്റിലാക്കി വെച്ചിരിക്കുന്നത് എനിക്കറിയാം. ഒരു ചരിത്രം ഫോളോ ചെയ്യാനല്ല, ഇവർ രണ്ടുപേരും അവിടെ ആയിരിക്കുന്നത് ചരിത്രം പിന്തുടരാനല്ല. മിഡിൽ ഈസ്റ്റിൽ ഇതുവരെ തുറക്കാത്തൊരു സ്പിരിറ്റ് റെലം തുറക്കും. എൻ്റെ കൂടെ ആമേൻ പറയണം. ഈ മക്കൾ അവിടെ ഇരിക്കുന്നത്, ഈ മക്കൾ അവിടെ പ്രയത്നിക്കുന്നത്, അവർ ചലിക്കുന്നത്, അവരുടെ സമ്പത്ത് അവർ സ്പെൻഡ് ചെയ്യുന്നത്, മിഡിൽ ഈസ്റ്റ് കണ്ട ഒരു ചലനം, മിഡിൽ ഈസ്റ്റിന് തുറന്നു കിട്ടിയ ഒരു ഫെയ്ത്ത് റലം, അതിനുവേണ്ടി അല്ല ജോസഫ് പാസ്റ്ററും കുടുംബം അവിടെ നിൽക്കുന്നു. മിഡിൽ ഈസ്റ്റിന്റെ മേൽ ഇതുവരെ തുറക്കാത്ത ഒരു ആത്മഫലം തുറക്കണം. മിഡിൽ ഈസ്റ്റിന്റെ മേൽ ഇനി ഒരു ചർച്ച് തുറക്കപ്പെടുക അല്ല ഇവരുടെ ലക്ഷ്യം. മിഡിൽ ഈസ്റ്റ് എന്ന അറബിൻ കൺട്രീസിൽ നിങ്ങൾ എഴുതിയിട്ടോ,
ഈ സീസണിൽ ഒരു സ്പിരിറ്റ് റലം തുറക്കും. ഇത് സംശയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ റെക്കോർഡ് ചെയ്ത് വെച്ചോ. ഗ്യാരണ്ടി ചെയ്തതാണ് ഞാൻ പറയുന്നത്. ഈ സംശയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ സമയവും ഡേറ്റും ഒക്കെ വെച്ചെഴുതി വെച്ചോ. മിഡിൽ ഈസ്റ്റ് ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു സ്പിരിറ്റ് റലം തുറക്കും. അതിൽ നിങ്ങൾക്കൊരു പാർട്ട് ഉണ്ടായിരിക്കും. ആ സ്പിരിറ്റ് റലം മിഡിൽ ഈസ്റ്റിന്റെ മേൽ കാലങ്ങളായി കിടക്കുന്ന ഡിമോണിക് റലത്തെ മിഡിൽ ഈസ്റ്റിൽ നിന്ന് പറഞ്ഞുവിടും. ഈ കർത്താവിനോട് പറഞ്ഞൊരു ദൂതാണ്, ഈ ലോകരാജ്യങ്ങളെ ഞെട്ടിക്കുന്ന ബാപ്റ്റിസം സർവീസ് വരാൻ പോകുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റ് ആണ്. ലോകരാജ്യങ്ങളെ ഞെട്ടിക്കുന്ന ബാപ്റ്റിസം സർവീസുകൾ, ലോകരാജ്യങ്ങളെ ഞെട്ടിക്കുന്ന ശുശ്രൂഷകൾ, ഇത് തുറക്കാൻ ദൈവം വച്ചേക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോർഷൻ അത് മിഡിൽ ഈസ്റ്റ് ആണ്. ആ മിഡിൽ ഈസ്റ്റും അതിലൊരു പ്രാധാന്യതയുണ്ട്. സോ ഞാൻ എൻ്റെ അഭിഷക്തരോട് പറയുന്നു, ഈ ദൈവമനുഷ്യൻ്റെ സ്പിരിച്വൽ കവറിങ്ങിൽ നിൽക്കുന്നവരോട് ഞാൻ പറയുന്നു, നിങ്ങളൊരു പക്ഷേ ജോലി ആയിട്ടായിരിക്കാം നിങ്ങൾ ഷാർജയിൽ ചെന്നത്, ദുബായിൽ ചെന്നത്, അലൈനിൽ ചെന്നത്. ഒരു ജോലി സംബന്ധമായിട്ടായിരിക്കാം. നിങ്ങളൊരു ജോലി സംബന്ധമായിട്ട് ചെന്നായിട്ടായിരിക്കാം ജോസഫ് പാസ്റ്ററുമായി കണക്റ്റഡ് ആയത്. അപ്പം നിങ്ങളുടെ മനസ്സിൽ ഞങ്ങൾ ജോലി സംബന്ധമായി മിഡിൽ ഈസ്റ്റിൽ വന്നു, ഞങ്ങൾക്ക് ആരാധിക്കാൻ ഒരു ചർച്ച്. പിന്നെ ചിലരിങ്ങനെ ചിന്തിക്കും, ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ അടുത്ത് ഈ ചർച്ച്, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ നല്ലൊരു പാസ്റ്റർ. അതല്ല എൽ ഖബോദ് എന്ന് പറയുന്ന ശുശ്രൂഷ. മിഡിൽ ഈസ്റ്റിൽ നിങ്ങൾ ചെന്നതുകൊണ്ട്, നിങ്ങൾ ജോലിക്ക് പോയതുകൊണ്ട് എത്ര നാൾ മിഡിൽ ഈസ്റ്റിലുണ്ടായിരിക്കും അത്രയും നാൾ ആരാധിക്കാൻ വേണ്ടി ഒരു ചർച്ച്. ആ ഒരു മൈൻഡ് സെറ്റിൽ ഒരാൾ പോലും എൽ ഖബോദിൽ കയറി ചെല്ലരുത്. നിങ്ങൾ ജോലി സംബന്ധമായിട്ടായിരിക്കാം ആ രാജ്യത്തായിരിക്കുന്നത്, നിങ്ങൾ ജോലി സംബന്ധമായിട്ടായിരിക്കാം ഈ ദൈവദാസന്റെ കൂടെ നിൽക്കുന്നത്. പക്ഷെ നിങ്ങളോട് ഞാൻ പ്രവചിക്കുന്നു, നിങ്ങൾ മിഡിൽ ഈസ്റ്റിലായിരിക്കുന്ന കാലഘട്ടത്തിനകത്ത് വെച്ച് ഒരാത്മതലം മിഡിൽ ഈസ്റ്റിന് തുറക്കണം. അതിനുവേണ്ടി ആയിരിക്കണം നിങ്ങൾ ഈ അഭിഷക്തന്റെ കൂടെ നിൽക്കേണ്ടത്. അങ്ങനത്തെ കാഴ്ചപ്പാടുള്ള കുറച്ചു പേർ, അങ്ങനെയുള്ള കാഴ്ചപ്പാടിന് വേണ്ടി എന്തുമായി തീരുന്ന കുറച്ചു പേർ, അവരെ ദൈവം നിങ്ങൾക്ക് തരാൻ പോകുന്നു പാസ്റ്റർ. ഞാൻ വീണ്ടും പറയുന്നു, മിഡിൽ ഈസ്റ്റിന്റെ മേൽ ഇനി ഒരു ചലനം നടക്കണമെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ തുറക്കപ്പെടേണ്ടത് ഇനിയും ഒരു മിനിസ്ട്രി അല്ല, മിഡിൽ ഈസ്റ്റിന്റെ മേൽ കിടക്കുന്ന സ്പിരിച്വൽ ഐ തുറന്നു കാണിക്കാൻ the spirit of revelation and the spirit of wisdom ഉള്ള ചിലരെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. അവരുടെ ലാംഗ്വേജ് വ്യത്യസ്തമായിരിക്കും, അവരുടെ പ്രീച്ചിങ് വ്യത്യസ്തമായിരിക്കും, അവരുടെ ചലനം വ്യത്യസ്തമായിരിക്കും, അവരുടെ കാഴ്ചപ്പാട് വ്യത്യസ്തമായിരിക്കും, അവർ ഒരു കാര്യത്തെ ഡീൽ ചെയ്യുന്നത് വ്യത്യസ്തമായിരിക്കും. കാരണം അവരുടെ മേൽ വ്യാപരിക്കുന്ന രണ്ട് കാര്യങ്ങൾ, രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, the spirit of wisdom and the spirit of revelation. നമ്മുടെ ജീവിതത്തിൽ മറഞ്ഞു കിടക്കുന്ന പല അനുഗ്രഹങ്ങളും പിടിച്ചുകൊണ്ടുവരാൻ ഞാൻ മനസ്സിലാക്കിയൊരു സത്യം പറയാം. കാലങ്ങളായി നമ്മൾ പോലും ചിന്തിക്കുന്നു അത് പിശാച് കൊണ്ടുപോയതാണ്, അത് മന്ത്രവാദി എടുത്തുകൊണ്ടുപോയതാണ്. പക്ഷേ കർത്താവ് എന്നെ പഠിപ്പിച്ചൊരു കാര്യം പറയാം. എത്ര മന്ത്രവാദികൾ അടക്കി വെച്ചതായാലും, എത്ര പൈശാചിക മണ്ഡലങ്ങൾ മൂടി വെച്ചതായാലും, ദി സ്പിരിറ്റ് ഓഫ് വിസ്ഡമും റെവലേഷനുമുള്ള ഒരാൾ അതിനകത്ത് കയറിയാൽ അവൻ അതിനെ തുറന്നെടുത്തുകൊണ്ടുവരും. ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവുള്ളവൻ ഏത് അർത്തമീസിനെയും ക്ലോസ് ചെയ്യും. ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവുള്ളവൻ ഏത് എഫെസോസിനെയും തിരിച്ചുപിടിക്കും. ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവുള്ളവൻ ഏത് ചങ്ങലകളിലും ശുശ്രൂഷകൾ ആരംഭിക്കും. ഇന്ന് ഈ സ്പെഷ്യൽ മീറ്റിങ്ങിന് വന്ന 50 പേരെ ഞാൻ നിങ്ങളെ ഹൃദയം തുറന്ന് അനുഗ്രഹിക്കുന്നു. അനുഗ്രഹം നിങ്ങൾ പ്രാപിച്ചോ? അത് നിങ്ങൾക്ക് ഭൗമികമായി നിങ്ങൾ ചോദിക്കുന്നതല്ല, നിങ്ങൾക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത ട്രഷറുകൾ നിങ്ങളുടെ വീടിനകത്ത് കയറി വരാൻ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ജ്ഞാനത്തിന്റെയും ആത്മാവിന്റെയും വെളിപ്പാടിനെ
യേശുവിൻ്റെ നാമത്തിൽ ഞാൻ തുറക്കുന്നു. ഇന്ന് ഒരു സെക്കൻഡ് ഒന്ന് പ്രാർത്ഥിച്ചേ. എൻ്റെ ജീവിതത്തിൽ അടഞ്ഞു കിടക്കുന്ന സമ്പത്ത്, ആ സമ്പത്ത് തുറക്കണേ 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 എന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ആ സമ്പത്തിൻ്റെ ജീവിതത്തിൽ എവിടെയാണ് കിടക്കുന്നതെന്ന് കാണുവാൻ, അതിനെ ചെന്ന് അൺലോക്ക് ചെയ്യാൻ എനിക്കൊരു വെളിപ്പാടിൻ്റെ കണ്ണ് തരണമേ എന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ തലമുറയെ വിടിവിക്കണേ കർത്താവേ, എൻ്റെ തലമുറയെ ബന്ധനത്തിൽ നിന്ന് അഴിക്കണേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം എൻ്റെ തലമുറ എവിടെയാണ് ലോക്കായത്, വാസ്തവത്തിൽ അവൻ എവിടെയാണ് ലോക്കായി കിടക്കുന്നത്, വാസ്തവത്തിൽ അവളുടെ ഭാവി എവിടെയാണ് ലോക്കായത്, വാസ്തവത്തിൽ എവിടെ വച്ച് എന്ത് കാരണത്താലാണ് എൻ്റെ തലമുറ ലോക്കായത്, ആ ലോക്ക് എനിക്കൊന്ന് കാണാൻ, ആ ലോക്കിനെ എൻ്റെ ആത്മതലത്തിലൊന്ന് വെളിപ്പെടുത്തി തരാൻ ഈ സ്പെഷ്യൽ മീറ്റിങ്ങിൽ എൻ്റെ മേലൊരു വെളിപ്പാടിൻ്റെ ആത്മാവിനെ തരണമേ എന്നൊന്ന് പ്രാർത്ഥിക്കുക. ഒരു സെക്കൻഡ് ഒന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ഒരു 2 മിനിറ്റ് തരികയാണ്. ഇതാണ് ഇപ്പോഴത്തെ പ്രാർത്ഥന. ബാക്കിയെല്ലാം നമുക്ക് ഈ സെക്ഷനിൽ മടക്കി വെക്കാം, അതെല്ലാം ദൈവം ചെയ്യും. പക്ഷെ ഇന്ന് രാത്രി എല്ലാവരും പ്രാർത്ഥിക്കണം, ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കണം. എൻ്റെ മുമ്പിൽ മിണ്ടാതിരിക്കരുത്. ഞാൻ ഇതിനകത്ത് നോക്കുന്നുണ്ട്, ഡിവൈസിൽ നോക്കുന്നുണ്ട്. എനിക്ക് കേൾവിക്കാരെ വേണ്ട. ഞാൻ എൻ്റെ ഡയറിയിലെ പ്രസംഗം പ്രസംഗിക്കാൻ വന്നതല്ല. എൻ്റെ ഒരു നല്ല പ്രസംഗം നിങ്ങളെ കേൾപ്പിക്കാൻ വന്ന ആളല്ല ഞാൻ. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഞാൻ ആളല്ല. എൻ്റെ ജീവിതത്തിൽ ദൈവം പ്രകാശിപ്പിച്ച ചില കാര്യങ്ങൾ, എൻ്റെ ലൈഫിൽ പരാജയത്തിൽ എനിക്ക് ജയിക്കാൻ ദൈവം തന്ന ചില താക്കോലുകൾ, അത് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വന്നയാളാണ്. എനിക്കാവശ്യം ഓഡിയൻസിനെ അല്ല, എനിക്കാവശ്യം റിസീവറെയാണ്. ഇരിക്കുന്ന എല്ലാ മുറികളിലും ഒരു ഗ്ലോറി ക്ലൗഡ് തുറക്കട്ടെ. ഹല്ലേലൂയ ഹോസാന, ഹല്ലേലൂയ ഹോസാന, ഹല്ലേലൂയ ഹോസാന. യേശുവപ്പാ, കാലങ്ങളായി മറഞ്ഞുപോയത് കണ്ണു തുറന്ന് കാണുക, ജീവിതത്തിന്റെ അന്ധതകൾ പൊളിയാ. അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. ഓ അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. ഹല്ലേലൂയ ഹോസാന, ഹല്ലേലൂയ ഹോസാന, ഹല്ലേലൂയ ഹോസാന, ഹല്ലേലൂയ ഹോസാന, ഹല്ലേലൂയ ഹോസാന. ഇരുട്ടിനെ വെളിച്ചമാക്കി മാറ്റി പ്രവാചക വെളിപ്പാട് തുറക്കട്ടെ. ഹല്ലേലൂയ ഹോസാന, വെളിപ്പാടിന്റെ ആത്മാവ്. ഹല്ലേലൂയ ഹോസാന. ഞാൻ അനുഭവിക്കേണ്ടത്, ഞാൻ പ്രാപിക്കേണ്ടത്, എന്റെ കുടുംബത്തിൽ തുറന്നു വരേണ്ടത്, ഞാനും എൻ്റെ കുടുംബവും അനുഭവിക്കേണ്ടത്, എന്റെ മിനിസ്ട്രിയിൽ കയറി വരേണ്ടത്, ഞാൻ അനുഭവിക്കേണ്ടത്, ഞാൻ ജീവിക്കേണ്ടത്, ഞാൻ സമൃദ്ധമായി ജീവിക്കേണ്ടത്.
അതിൻ്റെ മുകളിൽ വ്യാപരിക്കുന്ന അന്ധകാരങ്ങൾ, ഇരുട്ടുകൾ അതിന്ന് വെളിച്ചമായി മാറുന്നൊരു സമയമാണ്. കർത്താവേ, ഞാൻ വീണ്ടും പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ ഇന്നൊരു പ്രസംഗം കേൾക്കുക എന്നതിനേക്കാൾ അധികമാണ് ചില സത്യങ്ങൾ മനസ്സിലാക്കുക എന്ന വലിയൊരു പ്രാർത്ഥനയോടെയാണ് വിവിധ രാജ്യങ്ങളിൽ, വിവിധ ദേശങ്ങളിൽ ഇരുന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ ഒരേ ആത്മാവിൽ ഞങ്ങളായിരിക്കുന്നു. ഞങ്ങളെ അങ്ങ് പഠിപ്പിച്ചാലും, ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് കാര്യങ്ങൾ തുറന്നു തന്നാലും, ഞങ്ങൾക്ക് ഇനിയും വളരണം. ഞങ്ങൾക്ക് വളരണമെങ്കിൽ ഇനിയും ഞങ്ങൾ അറിയണം. ഞങ്ങൾ അറിയും തോറുമാണ് വളരുന്നത്. ഞങ്ങൾ അറിയും തോറുമാണ് വളരുന്നത്. ഞങ്ങൾ വളരും തോറും ഞങ്ങളായിത്തീരും. ഞങ്ങൾ അറിയുക, വളരുക, ആയിത്തീരുക. ഞങ്ങൾക്ക് ഇനിയും അറിയണം, ഇനിയും ഞങ്ങൾക്ക് വളരണം, ഇനിയും ഞങ്ങൾക്കായിത്തീരണം. കരമുയർത്തി കർത്താവിനെ സ്തുതിക്കും. ഇന്നത്തെ ശുശ്രൂഷയുടെ അത്ഭുതം ഞാൻ പറയാം. നിങ്ങളുടെ ദൈവശബ്ദത്തിൻ്റെ മീതെ, നമ്മുടെ അനുഗ്രഹങ്ങൾക്ക് മീതെ ദൈവം തുറന്ന ദൈവപ്രവൃത്തിയെ നമുക്ക് കാണാൻ കഴിയാത്ത വിധം നമ്മുടെ കണ്ണുകളെ അന്ധമാക്കിയ ആ അന്ധതയെ പരിശുദ്ധാത്മാവ് തകർക്കും. നിങ്ങളുടെ എല്ലാ ഭവനങ്ങളിൽ അത്ഭുതമുണ്ട്. നിങ്ങളുടെ എല്ലാം ലൈഫിൽ സമൃദ്ധിയുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെ മേൽ ജയമുണ്ട്. നമ്മുടെ എല്ലാവരുടെ മേൽ അധികാരമുണ്ട്. നമ്മുടെ എല്ലാവരുടെ മേലും ആ ദൈവത്തിൻ്റെ നീതിയുണ്ട്. നമ്മുടെ എല്ലാവരുടെയും മീതെ ആ ദൈവത്തിൻ്റെ സമ്പത്തുണ്ട്. ഇതെല്ലാം നമുക്ക് തുറന്നത് പിതാവ് ക്രിസ്തുവിലൂടെയാണ്. അത് അടഞ്ഞു പോയിട്ടില്ല, അത് അടച്ചിട്ടുമില്ല. അത് നമ്മുടെ മേൽ തുറന്നു തന്നെ കിടക്കുകയാണ്. പക്ഷേ അതിനകത്തു നിന്നും ഞാൻ അനുഭവിക്കേണ്ട, എനിക്ക് വേണ്ടി ദൈവം തുറന്ന കാര്യങ്ങൾ അതെനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിധം, എനിക്ക് തിരിച്ചറിയുവാൻ കഴിയാത്ത വിധം, അതിൻ്റെ പൊരുൾ മനസ്സിലാക്കുവാൻ കഴിയാത്ത വിധം, അതിൻ്റെ യാഥാർത്ഥ്യതകൾ മനസ്സിലാക്കാൻ കഴിയാത്ത വിധം എന്നെ അന്ധമാക്കിയ ആ അന്ധകാരമാണ് വെളിപ്പാടിൻ്റെ ആത്മാവിനാലും ജ്ഞാനത്തിൻ്റെ ആത്മാവിനാലും ഇന്ന് എൻ്റെ കുടുംബത്തിൽ നിന്നും, എൻ്റെ തലമുറയുടെ മേൽ നിന്നും, എൻ്റെ ബിസിനസിൻ്റെ മേൽ നിന്നും, എൻ്റെ മിനിസ്ട്രിയുടെ മേൽ നിന്നും, എവിടൊക്കെ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നോ പറഞ്ഞോ, അതിൻ്റെ മേൽ നിന്നെല്ലാം ഈ സെക്ഷനിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇരുട്ടു മാറുകയും അവിടെ വെളിച്ചം വരികയും വെളിച്ചത്തിനകത്തെല്ലാം വെളിപ്പെട്ടു വരികയും അത് ഞങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്ന സമയമാണ്. എഫീസ്യലേഖനം 1-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ, എഫീസ്യലേഖനം 1-ാം അധ്യായം 18-ാമത്തെ വാക്യം, അതിൽ നമുക്ക് വളരെ പരിചയമുള്ള ഭാഗം തന്നെയാണ്. അപ്പോസ്തലനായ പൗലോസിന്റെ ഒരു നല്ല പ്രാർത്ഥനയാണ്. അപ്പോസ്തലനായ പൗലോസിന്റെ ഒരു നല്ല പ്രാർത്ഥന. അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നമ്മൾ അറിയേണ്ടതിന്, നമ്മൾ എന്തൊക്കെയോ കാര്യങ്ങൾ സഭ അറിയണമെന്നും ഏതൊക്കെയോ മേഖലകൾ നമുക്ക് വ്യക്തമായി മനസ്സിലാകണമെന്നും പൗലോസ് ആഗ്രഹിക്കുന്നു. അതിന് അദ്ദേഹം പ്രാർത്ഥിക്കുന്നതാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ ദൃഷ്ടി പ്രകാശിക്കണം. അവിടെ കൊടുത്തിരിക്കുന്ന ഹൃദയദൃഷ്ടി അത് നമ്മുടെ ഭൗമിക കണ്ണല്ല, അതൊരു സ്പിരിച്വൽ ഐയാണ്, അതൊരു റെവലേറ്ററി ഐയാണ്. അത് സാഹചര്യം കാണുന്ന കണ്ണല്ല, സത്യം കാണുന്ന കണ്ണാണ്. ഒന്ന് ഞാൻ പറയാം, നമുക്കെല്ലാവർക്കും സാഹചര്യങ്ങളുണ്ട്,
നമുക്കെല്ലാവർക്കും സാഹചര്യങ്ങളുണ്ട്. എല്ലാവരും കടന്നു പോകുന്നത് പല സാഹചര്യങ്ങളിലൂടെയാണ്. പക്ഷെ നമ്മുടെ സാഹചര്യങ്ങൾ എല്ലാവരുടെയും സാഹചര്യങ്ങൾ ഒന്നുപോലെയല്ല. പക്ഷെ ഞാൻ എൻ്റെ മക്കളോട് പറയാം, ഏത് സാഹചര്യത്തെയും അതിജീവിക്കാൻ ശക്തിയുള്ള ഒരു സത്യം നമ്മുടെ മേൽ തുറന്നു കിടപ്പുണ്ട്. സാഹചര്യങ്ങളിൽ ജീവിക്കുക, എൻ്റെ സാഹചര്യങ്ങൾ മാറുക എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഞാൻ, ഒരിക്കൽ കർത്താവ് എനിക്കൊരു പ്രകാശനം തന്നു. സാഹചര്യങ്ങളെ ജയിക്കാൻ സാഹചര്യമല്ല മാറേണ്ടത്, നിന്റെ മേൽ വെളിപ്പെടേണ്ട സത്യത്തെ നിന്റെ മേൽ വെളിപ്പെട്ടു വരണം. ഈ ഒരു വെളിപ്പാട് എൻ്റെ മേൽ വന്ന അന്നു മുതൽ ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ സാഹചര്യം മാറാനല്ല. സാഹചര്യം എല്ലാവർക്കും ഉണ്ട്. അതൊന്നു മാറിയാൽ അടുത്തത് വരും, അടുത്തത് മാറിയാൽ അടുത്തത് വരും. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി, എന്നെ ഏറ്റവും കൂടുതൽ തകർത്ത സാഹചര്യത്തിന്റെ മീതെ എന്റെ സിംഹാസനം വീഴണമെങ്കിൽ, എന്നെ ഏറ്റവും കൂടുതൽ കരയിച്ച എന്റെ സാഹചര്യത്തെ എനിക്ക് വാഴണമെങ്കിൽ, എനിക്ക് മാറേണ്ടത് സാഹചര്യമല്ല, ആ സാഹചര്യത്തിന്മേൽ വാഴാൻ ദൈവം എനിക്ക് തന്ന സത്യത്തിനകത്ത് ഞാൻ പ്രവേശിക്കണം. ഇന്നിവിടെ ഇരിക്കുന്ന 52 പേരോട് ഞാൻ പറയാം, നിങ്ങൾ അനുഭവിക്കുന്ന സാഹചര്യത്തെക്കാൾ ശക്തമാണ് 2025 വർഷം മുമ്പ് തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ നിങ്ങൾക്ക് വേണ്ടി ദൈവം തുറന്ന സത്യങ്ങൾ. ഈ സത്യം സഭ അറിയണമെന്ന് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച ഒരു മനുഷ്യനാണ് പൗലോസ്. അതുകൊണ്ടാണ് ആ മനുഷ്യനിലൂടെ വെളിപ്പാടുകൾ സഭയ്ക്ക് ദൈവം കൊടുത്തത്. കാരണം ആ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് അതാണ്, ഈ സത്യം. അതുകൊണ്ടാണ് മറ്റ് അപ്പോസ്തലന്മാരിൽ നിന്ന് വ്യത്യസ്തമായി പൗലോസ് ഈ മിസ്റ്ററിയുടെ ആളായി മാറിയത്. അദ്ദേഹത്തെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ദ മാൻ ഓഫ് മിസ്റ്ററി. പൗലോസിന്റെ മിനിസ്ട്രി എന്തെന്ന് ചോദിച്ചാൽ, പൗലോസിന്റെ ശുശ്രൂഷ എന്തെന്ന് ചോദിച്ചാൽ, ഒരു പ്രസംഗകൻ എന്ന നിലയിൽ ഞാൻ പറയാം, ഹിസ് മിനിസ്ട്രി ഈസ് എ മിസ്റ്ററി. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ മിസ്റ്ററി ഈസ് ഹിസ് മിനിസ്ട്രി. ഞാൻ കാബോദിനോട് പറയട്ടെ, നിങ്ങളുടെ മിനിസ്ട്രി ഒരു മിസ്റ്ററി ആകുമ്പോൾ, അല്ലെങ്കിൽ മിസ്റ്ററി നിങ്ങളുടെ മിനിസ്ട്രി ആകുക. ഞാൻ അങ്ങനെ തന്നെ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ആത്മലോകത്തിന് ഡിഫൈൻ ചെയ്യാൻ കഴിയാത്ത മൂവ്മെന്റുകൾ നിങ്ങളുടെ കൈകളിലൂടെ സംഭവിക്കട്ടെ. ആത്മലോകത്തിന് ലിമിറ്റ് ചെയ്യാൻ കഴിയാത്ത ചലനങ്ങൾ നിങ്ങളുടെ കയ്യിലൂടെ സംഭവിക്കട്ടെ. ആത്മലോകം ഇതുവരെ അവർക്ക് കൗണ്ട് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ നിങ്ങളുടെ കൈകളിലൂടെ സംഭവിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കുന്നു, ഈ മക്കളുടെ മിനിസ്ട്രി എന്തെന്ന് ചോദിച്ചാൽ അതൊരു മിസ്റ്ററി ആകട്ടെ, അൺഡിഫൈൻഡ് ആകട്ടെ, അൺലിമിറ്റഡ് ആകട്ടെ, അൺകൗണ്ടബിൾ ആകട്ടെ. ഒരുപാട് സോഴ്സുകൾ തുറന്നു വരട്ടെ കർത്താവേ. ഈ ദൈവദാസന് വേണ്ടി ഒരുപാട് സോഴ്സുകൾ തുറന്നു വരട്ടെ. ഞാൻ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നു, ഒരുപാട് സോഴ്സുകൾ തുറന്നു വരട്ടെ കർത്താവേ. ഇന്നിവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ലൈഫ്, നിങ്ങൾ ക്രിസ്തുവിലൊരു ലൈഫാണോ? ക്രിസ്തുവിലൊരു ജീവിതമാണോ? നമ്മൾ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുക എന്നതിനേക്കാൾ ക്രിസ്തുവിൽ ജീവിക്കുക എന്നതാണ് സഭയോടുള്ള ദൈവത്തിൻ്റെ നിയോഗം. ക്രിസ്ത്യാനിയായി ജീവിക്കുക എന്നതല്ല, ക്രിസ്തുവിൽ ജീവിക്കുക. അതാണ് ക്രിസ്ത്യാനിറ്റി. ക്രിസ്ത്യാനിറ്റിയുടെ അർത്ഥം ക്രിസ്തുവിൽ ജീവിക്കുക, ക്രിസ്തുവിൽ ചലിക്കുക, ക്രിസ്തുവിനെ അറിയുക, ക്രിസ്തുവിലെ പോലെ ആകുക. അതാണ് ക്രിസ്ത്യാനിറ്റി. ക്രിസ്ത്യാനിറ്റിക്ക് ഡിഫിനിഷൻ കൊടുത്താൽ, ക്രിസ്ത്യാനിറ്റിയെ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ, those who are in Christ, those who are living in Christ, those who are like Christ. അതാണ് ക്രിസ്ത്യാനിറ്റി. അപ്പൊ ഞാൻ ക്രിസ്തുവിലാകുക, ക്രിസ്തുവിൽ ജീവിക്കുക, ക്രിസ്തുവിലായിത്തീരുക, ക്രിസ്തുവിനെ പോലെ ആകുക. ഇതാണ് അപ്പോസ്തലനായ പൗലോസ് നമ്മളെ കുറിച്ച് പറയുന്ന ദൈവശബ്ദം.
ഷാബ്ര കന്തല റബയ ലേബ്ര സിയാന്തല റബ ഷെകെന്റെലിയ. ക്രിസ്തുവിൽ നമ്മൾ ആയിത്തീരുന്ന ആ നിമിഷം മുതൽ ക്രിസ്തുവിലൂടെ നമുക്ക് തുറന്ന സത്യങ്ങൾ, അതിലൊന്നാണ് നമ്മെ വിളിച്ച ദൈവത്തിൻ്റെ വിളിക്കകത്ത് കിടക്കുന്ന ആ സമൃദ്ധി. അപ്പൊ എൻ്റെ വിളിക്കകത്ത് എന്തൊക്കെയോ ഉണ്ട്. അതായി 18-ാമത്തെ വാക്യം. അത് റീഡ് ചെയ്യും. 18-ാമത്തെ വാക്യം. അവന്റെ വിളിയാലുള്ള ആശ. ഈ ക്രിസ്തു എന്നെ വിളിച്ചു, ദൈവം എന്നെ വിളിച്ചു, എല്ലാവരെയും ദൈവം വിളിച്ചു, എല്ലാവർക്കും അതറിയാം, എല്ലാവരെയും ദൈവം വിളിച്ചു. പക്ഷെ ദൈവം വിളിച്ച വിളിക്കകത്തൊരാശയുണ്ടെന്ന്. ദൈവത്തിന്റെ വിളിക്കകത്ത് എന്തുണ്ട്? ദൈവ വിളിക്കകത്ത് ദൈവത്തിനൊരാശയുണ്ട്. ദൈവത്തിന്റെ വിളിക്കകത്ത് ദൈവത്തിനൊരു ആഗ്രഹമുണ്ട്. അപ്പൊ അരവിന്ദ് മോഹനെ ദൈവം വിളിച്ചു എന്ന് പറഞ്ഞാൽ ആ വിളിക്കകത്ത് നീ അറിയാത്ത എന്തോ ഒന്ന് ദൈവത്തിന് ഉള്ളത് കൊണ്ടാണ് നിന്നെ വിളിച്ചത് എന്ന് പറഞ്ഞാൽ, ഒരു ദിവസം എന്നെ ദൈവം വിളിച്ചു. ആ വിളിക്കകത്തുള്ള ദൈവത്തിന്റെ ആശ എന്തെന്ന് ഈ വർഷം എൻ്റെ മേൽ നടക്കുമെന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന പവർഫുൾ ആണ്. ഞാൻ യേശുവിനെ വിളിച്ചതിനൊരു ആശയുണ്ട്. ജോബി, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ യേശു എന്ന നാമത്തിൻ്റെ തിയോളജിക്കൽ ഫ്രെയിമോ ഡിവിനിറ്റിയോ ദൈവത്വമോ ഒന്നും മനസ്സിലാക്കിയിട്ട് പള്ളി കയറി വന്നയാളല്ല ഞാൻ. ജീസസ് ക്രൈസ്റ്റിൻ്റെ ഡിവിനിറ്റി, ജീസസ് ക്രൈസ്റ്റ് എന്ന ആ കർത്താവിൻ്റെ ശക്തി, ബലം, അതിനകത്തുള്ള തിയോളജി ഒന്നും പഠിച്ചിട്ട് വന്നയാളല്ല ഞാൻ. ചർച്ചയിൽ വന്നത് ഇവിടെയെങ്കിലും രക്ഷപ്പെടുവോ, ഇവിടെയെങ്കിലും എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുവോ, ആ ലെവലിലാണ് ഞാൻ ചർച്ചയിൽ വന്നത്. എങ്ങനെ എനിക്ക് രക്ഷപ്പെടാം. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി, ഞാൻ യേശുവിനെ വിളിച്ചതിന് ഒരു ആഗ്രഹം എനിക്കുണ്ട്. ഞാൻ യേശുവേ യേശുവേ എന്ന് വിളിക്കുമ്പോഴല്ലേ എൻ്റെ അകത്ത് ഒരുപാട് ആശയുണ്ട്, നിങ്ങളുടെ അകത്തുമുണ്ട്. അതിൽ ചില ആഗ്രഹങ്ങൾ നടക്കാതെ പോകുമ്പോഴാണ് നമുക്കൊരു വേദന. പഴയ പ്രാർത്ഥനയില്ല, ആരാധനയില്ല, പള്ളി വരണമെന്നില്ല, മീറ്റിങ്ങിൽ കയറണമെന്നില്ല. പാസ്റ്ററെ വയ്യ, പാസ്റ്ററെ ഒരു മടുപ്പ്, പാസ്റ്ററെ വരണമെന്നുണ്ട് പാസ്റ്ററെ, പക്ഷെ പറ്റുന്നില്ല പാസ്റ്ററെ. എന്താ പാസ്റ്ററെ കാര്യം? എന്താ സിസ്റ്ററെ കാര്യം? എന്താ ബ്രദറെ കാര്യം? നീ യേശുവിനെ വിളിച്ചപ്പോൾ നീ ആ നാമത്തിൽ നിന്റെ അകത്തുണ്ടായ, നമ്മുടെ അകത്തുണ്ടായ ഒരുപാട് ആശയും ഒരുപാട് ആഗ്രഹങ്ങളും, അതിൽ ചിലത് നടക്കാതെ പോയപ്പോൾ നമ്മുടെ അകത്തുള്ള ഊർജം പോയി, നമ്മുടെ അകത്തുള്ള വിശ്വാസം ക്ഷയിച്ചു, നമ്മുടെ അകത്തുള്ള പ്രാർത്ഥന ക്ഷയിച്ചു. കാരണം നമ്മൾ അവനെ വിളിച്ച നമ്മുടെ അകത്തുള്ള ആശ നടന്നില്ല. നിങ്ങളോട് ആരാണ് പറഞ്ഞത്? നിങ്ങൾ യേശുവിനെ വിളിക്കുമ്പോൾ, നിങ്ങൾ യേശുവിനെ വിളിച്ചപ്പോൾ നിങ്ങളുടെ അകത്തുള്ള ആശ നിറവേറ്റാനാണ് യേശു നിങ്ങളെ വിളിച്ച് വേർതിരിച്ചെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? നിങ്ങൾ യേശുവെ എന്ന് വിളിച്ചപ്പോൾ നിങ്ങളുടെ അകത്തുള്ള ആശയേക്കാൾ ഇരട്ടി ഇരട്ടി ഇരട്ടി, ഒന്നുകൂടെ പറഞ്ഞാൽ നിന്റെ സ്വപ്നത്തിൽ പോലും നിനക്ക് കാണാൻ പറ്റാത്ത ദൈവത്തിന്റെ മഹത്വപരമായത് നിന്നെ വിളിച്ച ദൈവത്തിന്റെ വിളിക്കകത്തുണ്ട്. അതൊന്ന് കാണാനും മനസ്സിലാക്കാനും ജനത്തിന് കഴിയട്ടെ എന്നാണ് പൗലോസ് പ്രാർത്ഥിച്ചത്. ഓ ജീസസ്, ഓ ജീസസ്. സഹോദരങ്ങളെ, ഇത് കഥ പറയല്ല. നമ്മുടെ മേലെല്ലാം വീണ ദൈവത്തിന്റെ വിളിക്കകത്ത് നമുക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത, നമ്മെ കൊണ്ട് ഡിഫൈൻ ചെയ്യാൻ കഴിയാത്ത ദൈവത്തിന്റെ ആശയുണ്ട്. നമ്മുടെ മേലുള്ള ദൈവത്തിന്റെ വിളിയാലുള്ള ആശ. നെക്സ്റ്റ്, ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം. ഇതൊന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനിരുന്നാൽ ഒരു വർഷം കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാനും നടക്കത്തില്ല. വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം. ഞാൻ ക്രിസ്തുവിന്റെ നീതിയിൽ വിശ്വസിക്കുന്നു. ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശു എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റപ്പോൾ യേശു മാത്രമല്ല, അവനോടുകൂടെ ഞാൻ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ക്രിസ്ത്യാനികളിൽ 80% ആൾക്കാർ യേശു ക്രൂശിൽ മരിച്ചു, യേശു അടക്കപ്പെട്ടു, യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുന്നവരാണ്. എന്നാൽ ഇന്ന് സൂം പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന നമുക്ക് ആ സത്യം അറിയാം. യേശു ക്രൂശിൽ മരിച്ചത്, യേശു ക്രൂശിൽ നിന്ന് എഴുന്നേറ്റത്, യേശു മരണത്തെ ജയിച്ചത്, യേശു ഉയർത്തെഴുന്നേറ്റത് അത്ഭുതകരമായി മാറണമെങ്കിൽ ക്രൂശിൽ യേശുവിനെ കണ്ടാ പോരാ, ക്രൂശിൽ യേശുവിന്റെ കൂടെ നീ നിന്നെ കാണണം. ആമേൻ, ആമേൻ. വരാൻ പോകുന്ന ആഴ്ച എന്ന് പറയുന്നത് ഗുഡ് ഫ്രൈഡേ ഒക്കെയാണ്. എല്ലാ ക്രിസ്ത്യാനിയും ക്രൂശിൽ യേശുവിനെ ഒരിക്കൽ കൂടെ കാണും. അവർ വീണ്ടും യേശു ക്രൂശിൽ മരിച്ചതോർത്ത് കരയും. അവർ വീണ്ടും യേശുവിനെ അടക്കും, വീണ്ടും യേശുവിനെ ഉയർപ്പിക്കും. പക്ഷെ വെളിപ്പാടിന്റെ ആത്മാവുള്ള സഭ യേശു ക്രൂശിൽ കിടക്കുന്നതല്ല കാണുന്നത്. എൻ്റെ പഴയ മനുഷ്യൻ എന്നിലില്ല, അത് എന്നേക്കുമായി ക്രൂശിൽ യേശുവിന്റെ കൂടെ പോയെന്നും, എൻ്റെ പഴയ മനുഷ്യൻ അവനോടുകൂടെ മരിച്ചെന്നും, എൻ്റെ പുതിയ മനുഷ്യൻ അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന വീക്സിൽ നിങ്ങൾ പറയണം യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ അതിൽ അരവിന്ദ് മോഹൻ ഉയർത്തെഴുന്നേറ്റു എന്നാണ്. അതുകൊണ്ട് ഈ വരാൻ പോകുന്ന ആ വീക്സിൽ ഞങ്ങളിവിടെ ഭയങ്കര ആഘോഷം നടത്തുക. ഗുഡ് ഫ്രൈഡേയുടെ അന്ന് ആഘോഷം, അൺലിമിറ്റഡ് സെലിബ്രേഷൻ എന്ന. ഇവിടെ ക്രിസ്ത്യാനികൾ റോഡിൽ കൂടെ കുരിശും ചുമന്നുകൊണ്ട് കരയുമ്പോൾ HK ഇവിടെ ഭയങ്കര സെലിബ്രേഷൻ നടത്തും. അന്ന് ഫുള്ളാണ്, ബിരിയാണി, ചിക്കൻ ഫ്രൈ എല്ലാം. എങ്ങനെ ഫുഡ് കൊടുക്കാൻ പോവാണ്. കാരണം യേശു ക്രൂശിൽ മരിച്ചത് എനിക്ക് കരയാനല്ല. യേശു ക്രൂശി മരിച്ചപ്പോ കരഞ്ഞത് നരകമാണ്. യേശു ക്രൂശി മരിച്ചപ്പോ സത്യത്തിൽ മരിച്ചത് മരണമാണ്. കർത്താവിനോട് പറഞ്ഞതാണ് ഈ ഗുഡ് ഫ്രൈഡേ എന്ന് പറയുന്നത് ഡെത്ത് ഡേ ഓഫ് ഡെത്ത് ആണ്, മരണത്തിന്റെ മരണ ദിവസമാണ്. ഈ മരണത്തിന് അറിയത്തില്ലായിരുന്നു ഒരിക്കൽ ഇവനും ഒരു മരണം ഉണ്ടെന്ന്. ഒന്നാം മനുഷ്യനായ ആദാമിലൂടെ മരണം മാനവലോകത്തിന്മേൽ വ്യാപരിച്ചപ്പോൾ മരണം വിചാരിച്ചു ഇവനാണ് അവസാനമെന്ന്. മരണം വിചാരിച്ചു ഞാനാണ് ക്ലൈമാക്സ്. മരണം വിചാരിച്ചു ഞാനാണ് അവസാനത്തെ വാക്ക്. പക്ഷെ ഈ മരണത്തിന് അറിയത്തില്ലായിരുന്നു ഇവനും ഒരു ദിവസം മരിക്കും. മരണം മരിച്ചതാണ് യേശുവിന്റെ മരണം. കമോൺ, ഇന്ന് പകൽ ഏതെങ്കിലും വീടിനകത്ത് മരണയാത്മാവ് കിടക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും വീടിനകത്ത് മരണഭയം കിടക്കുന്നുണ്ടെങ്കിൽ, അതും ചുമന്നുകൊണ്ട് ജീവിക്കുന്ന നീ ക്രിസ്തുവിന്റെ ആളാന്ന് പറയരുത്. കാരണം യേശു മരിച്ചപ്പം മരണം വിറച്ചു, യേശു മരിച്ചപ്പം നരകം വിറച്ചു, യേശു മരിച്ചപ്പം മരണം മരിച്ചു. ഞാനിത് പറയുമ്പോൾ ചിലരുടെ മേൽ ഇത് മരണം നീങ്ങുകയാണ്. എല്ലാവരും മരിക്കുമ്പോൾ കല്ലറ അടയുകയാണ്. പക്ഷെ യേശു മരിച്ചപ്പോ വിശുദ്ധന്മാരുടെ കല്ലറ തുറന്നു. യേശു മരിച്ചപ്പം വിശുദ്ധന്മാരുടെ കല്ലറ തുറന്നു. അങ്ങനെ സുവിശേഷം പറയുന്നത്. യേശു ജീവനെ ഏൽപ്പിച്ചു കൊടുത്തപ്പോ വിശുദ്ധന്മാരുടെ ഒരു കാലഘട്ടത്തിന് പുറകിൽ മരണമെന്ന് പറയുന്ന പിശാചിന്റെ അവസാനത്തെ ആയുധം കൊണ്ട് അടച്ചുവെച്ച വിശുദ്ധന്മാരുടെ മുമ്പിൽ കിടന്ന ലോക്ക് പൊട്ടിപ്പോയും. യേശു മരണത്തെ സ്വീകരിച്ചപ്പോ വിശുദ്ധന്മാരുടെ മേലുള്ള മരണത്തിന്റെ ലോക്ക് അഴിഞ്ഞെന്ന് ഞാൻ ഇന്ന് അത് ഈ അന്തരീക്ഷത്തിൽ കയറി വന്നുകൊണ്ട് പറയുകയാണ്. ഇതിനകത്തിരിക്കുന്ന സകല വീടുകളിലും മരണത്തിന്റെ ലോക്ക് അഴിയാൻ പോവാണ്. ഓ റബ്ബ, നിർജീവത്വത്തിന്റെ ലോക്ക് അഴിയാൻ പോവാണ്. നിന്റെ കുടുംബ ജീവിതത്തിൽ നിർജീവത്വമില്ല, നിന്റെ സമ്പത്തിന്റെ മേൽ മരണമില്ല, നിന്റെ തലമുറയുടെ മേൽ മരണമില്ല, നിന്റെ മിനിസ്ട്രിയുടെ മേൽ മരണമില്ല. ആ മരണത്തിന്റെ ലോക്ക് എന്നേക്കുമായി യേശു അഴിച്ചു. ഞാനത് കണ്ടു. അഴിഞ്ഞു പോകട്ടെ. അതല്ല, നമ്മുടെ മേൽ വ്യാപരിക്കുന്നത് ജീവന്റെ സമൃദ്ധിയാണ്. ഒരുമിച്ച് പറഞ്ഞ്, നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ജീവന്റെ സമൃദ്ധി. ജീവന്റെ സമൃദ്ധി. The fullness of life. The fullness of life. എന്റെ മേൽ വ്യാപരിക്കുന്നത് പാപത്തിന്റെ ശമ്പളമല്ല. ഞാൻ പിശാചിന്റെ കൂലിക്കാരനല്ല. ശമ്പളം വാങ്ങാൻ പിശാചിന്റെ കൂലിക്കാരനല്ല ഞാൻ. പിശാചിന്റെ കൂലി ചെയ്യുന്നവന്റെ സാലറിയാണ് ഡെത്ത്.
പക്ഷെ എന്റെ മേൽ വീണത് സാലറി അല്ല, ഗിഫ്റ്റ് ആണ്. ആമേൻ, ആമേൻ. ഞാനൊരു ദൂരദേശത്ത് പോയിട്ട് വരുമ്പോൾ എന്റെ മകന് ഞാൻ ഗിഫ്റ്റ് കൊണ്ട് കൊടുക്കുന്നത് സാലറി അല്ല, അത് ലവ് ആണ്. പിശാച് നിനക്ക് തരുന്നത് സാലറി, കാരണം നീ അവന്റെ അടിമ. എന്നാൽ യേശു നിനക്ക് തരുന്നത് ഗിഫ്റ്റ്, കാരണം നീ അവന്റെ മകൻ. സാത്താന്റെ സാലറിയുടെ പേരാണ് മരണം. എന്റെ ദൈവത്തിന്റെ ഗിഫ്റ്റിന്റെ പേരാണ് എറ്റേണൽ ലൈഫ്. ഈ പകൽ എന്റെ വാക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ആത്മാവിൽ വീടിനകത്തിരുന്നു പറ, കള്ള പിശാചിന്റെ ശമ്പളം എന്ന മരണം വാങ്ങുന്നവനല്ല ഞാൻ. എന്റെ പിതാവിന്റെ സമ്മാനമായ നിത്യ ജീവനിൽ വാങ്ങി ജീവിക്കുന്ന ദൈവത്തിന്റെ മകനെ. Proclaim it. Confess it. Release it. എന്നാധാരമേ, എന്നലിവേ, എൻ തണലേ, എന്നഴകേ, എന്നാധാരമേ, എന്നലിവേ, പാപത്തിന്റെ ശമ്പളത്തിന്റെ വീട്ടിലില്ല. നിന്റെ ആത്മീക ജീവിതം നിറഞ്ഞു കിടക്കുന്നത് പാപത്തിന്റെ സാലറി കൊണ്ടല്ല, ദൈവത്തിന്റെ ഗിഫ്റ്റ് കൊണ്ടാണ്. നമ്മുടെ ജീവിതം നിറഞ്ഞു കിടക്കുന്നത് ഗിഫ്റ്റുകൾ കൊണ്ടാണ്. ഗിഫ്റ്റ് എവിടെ നിന്നാ വരുന്നറിയോ? ഗിഫ്റ്റ് ലവ് ചെയ്യുന്ന വരുന്നത്. ഇപ്പൊ യേശു ക്രൂശിൽ മരിച്ചു എന്ന് എല്ലാവരും കണ്ടതാ, എല്ലാവർക്കും അറിയാം യേശു ക്രൂശിൽ മരിച്ചെന്ന്. പക്ഷെ വെളിപ്പാടിന്റെ കണ്ണു തുറന്ന പൗലോസ് വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കി തന്നെ, ക്രൂശിൽ യേശു മാത്രമല്ല മരിച്ചത്, ക്രൂശിൽ ഞാനും നീയും മരിച്ചത്. അത് ഗോസ്പലിൽ ഇല്ല, സുവിശേഷത്തിൽ അതില്ല. നിങ്ങൾ സുവിശേഷം പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന ചിത്രം ക്രൂശിൽ യേശു മരിച്ചു എന്നാണ്. സുവിശേഷം നമ്മൾ പഠിച്ചാൽ നമുക്ക് കിട്ടുന്ന ചിത്രം യേശു ആമേൻ അടക്കപ്പെട്ടു എന്നാണ്. സുവിശേഷം പഠിച്ചാൽ നമുക്ക് കിട്ടുന്ന ചിത്രം യേശു ഉയർത്തെഴുന്നേറ്റെന്നാണ്. Only one Jesus. Only one Jesus. Jesus crucified. Jesus buried. And Jesus resurrected. പക്ഷേ വെളിപ്പാടിന്റെ ആത്മാവുമായി തർസോസ് എന്നൊരു മനുഷ്യൻ അറേബ്യൻ മരുഭൂമിയിലേക്ക് കയറി ചെന്നു. ഈ ദിവസങ്ങളിൽ വെളിപ്പാടിന്റെ കണ്ണു തുറക്കുന്ന ചില ആത്മാവിന്റെ സോണുകൾ നമുക്ക് തുറക്കട്ടെ. ന്യായപ്രമാണം പഠിച്ച് ഇറങ്ങി വന്ന മനുഷ്യനാണ് ശൗൽ. ന്യായപ്രമാണത്തിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയ ആളാണ്. പക്ഷെ തൻ്റെ മേൽ ഈ വെളിപ്പാടിന്റെ കണ്ണു തുറന്നപ്പോ പഠിച്ച ന്യായപ്രമാണം കൊണ്ട് ക്രിസ്തുവിനെ വിശദീകരിച്ച മനുഷ്യനല്ല. തൻ്റെ മേലൊരു പുതുജനനം നടന്നപ്പോൾ, ശൗല് പൗലോസായപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, പഠിച്ച ന്യായപ്രമാണത്തെ കൊണ്ട് ദൈവത്തെ എനിക്ക് വിശദീകരിക്കാൻ കഴിയില്ല, എനിക്ക് നിന്നെ അറിയണം. 12 വർഷം ന്യായപ്രമാണത്തിന് വേണ്ടി വർഷം വിട്ടുകൊടുത്ത പൗലോസ് അടുത്ത 3 വർഷം ആ സത്യത്തെ മനസ്സിലാക്കാൻ ആത്മമണ്ഡലത്തിൽ കയറി ക്രിസ്തുവാരെന്ന് പഠിക്കാൻ. അവിടെ ദൈവം മനുഷ്യന്റെ കണ്ണു തുറന്നു. അവിടെ മോശയുടെ ന്യായപ്രമാണം തുറന്നു കൊടുത്തു എന്നതല്ല, മോശയുടെ ന്യായപ്രമാണത്തിനകത്ത് പിതാവ് ആഗ്രഹിച്ചത് എന്താണെന്ന് കാണുവാൻ ദൈവം പൗലോസിന്റെ കണ്ണു തുറന്നു. അബ്രഹാമിന്റെ ജീവിതത്തിൽ, അബ്രഹാമിന്റെ വിശ്വാസത്തിൽ, അബ്രഹാമിൽ എന്താണ് സംഭവിച്ചതെന്ന് ആ കാലഘട്ടത്തിൽ ആർക്കും പറയാൻ കഴിയാത്ത യാഥാർത്ഥ്യ സത്യത്തെ തുറന്നു കാണുവാൻ ദൈവം പൗലോസിന്റെ കണ്ണു തുറന്നു. ദാവീദ് എന്താണ് കണ്ടത്? ദാവീദ് സങ്കീർത്തനങ്ങളിലൂടെ എന്താണ് പറയാൻ ശ്രമിച്ചത് എന്ന കാലഘട്ടത്തിന്റെ സത്യത്തെ കണ്ണു തുറന്നു കാണുവാൻ ദൈവം പൗലോസിന്റെ കണ്ണു തുറന്നു. ആ മനുഷ്യന്റെ കണ്ണു തുറന്നപ്പോഴാണ് പഴയ നിയമത്തിനകത്തൊക്കെ മറഞ്ഞു കിടന്ന ദൈവിക സത്യം എന്തെന്ന് തൻ്റെ ലേഖനങ്ങളിലൂടെ ദൈവം നമുക്ക് പഠിപ്പിച്ചു തന്നത്. ആ മനുഷ്യന്റെ കണ്ണു തുറന്നപ്പോഴാണ് ക്രൂശിൽ യേശു മാത്രമല്ല മരിച്ചത്, അതിൽ എൻ്റെ പഴയ മനുഷ്യൻ മരിച്ചു എന്നും
ആ അടക്കപ്പെട്ടപ്പോൾ എൻ്റെ പഴയ മനുഷ്യൻ അടക്കപ്പെട്ടെന്നും യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ ഞാനും അതിലുണ്ടായിരുന്നു എന്നും, ഞാനും അതിലുണ്ടായിരുന്നു. ആ ശബ്ദമാണ് പിശാചിന്റെ പരാജയം പൂർണ്ണമാക്കിയത്. ആ വെളിപ്പാട് നമുക്ക് മിസ്സായിരുന്നെങ്കിൽ, സഹോദരങ്ങളെ, ഒരു പൗലോസിനെ സഭയ്ക്ക് മിസ്സായിരുന്നെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. ഒരു പൗലോസിനെ സഭയ്ക്ക് മിസ്സായിരുന്നെങ്കിൽ ആത്മലോകം എവിടെ എത്തി നിൽക്കുമെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ഈ തലമുറയിൽ, ഈ ജനറേഷന്റെ മുമ്പിൽ ദൈവത്തിന്റെ സത്യം തുറന്നു കൊടുക്കാൻ ദൈവം ഈ ഭൂമിയിൽ വിളിച്ചു വേർതിരിച്ചാക്കി വെച്ചേക്കുന്ന തലമുറ നമ്മളാണ്. നമ്മളെ ദൈവം അതിയായി വിശ്വസിക്കുന്നു. ആ മനുഷ്യന്റെ ആത്മക്കണ്ണ് തുറന്നപ്പോഴാ നമുക്കെന്തു മനസ്സിലായി? ഈ സുവിശേഷം അവസാനിക്കുമ്പോൾ ജോബി, കുറെ ഗലീല പുരുഷന്മാർ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നു. സുവിശേഷത്തിന്റെ അവസാനത്തെ ചിത്രം അതാണ്. അപ്പോസ്തല പ്രവൃത്തിക്ക് മുമ്പുള്ള ഒരു ചിത്രം അതാണ്. മേഘങ്ങളിൽ ആകാശത്തേക്ക് പറന്നു പോകുന്ന യേശു, പറന്നു പോകുന്ന യേശുവിനെ നോക്കി നിൽക്കുന്ന ഗലീല പുരുഷന്മാർ. ഇതാണ് നമുക്ക് കിട്ടുന്ന ചിത്രം. നിങ്ങളൊന്ന് വരച്ചേ. ആകാശത്തേക്ക് ഉയർന്ന് പൊങ്ങിക്കൊണ്ടിരിക്കുന്ന യേശു, താഴ്ന്നു തല ഉയർത്തി നോക്കുന്ന ഗലീലയിലെ കുറെ ആൾക്കാർ. ഇവരുടെ നോട്ടവും യേശുവിന്റെ പറക്കലും കണ്ട് ദൂതന്മാർ ഇവിടെ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത്? അവൻ പോയതുപോലെ മടങ്ങി വരും. ഇതവിടെ തീർന്നു. പക്ഷെ വെളിപ്പാടുള്ള പൗലോസ് ആകാശത്തിലേക്ക് ഉയരുന്ന യേശുവിനെ കണ്ട് നിൽക്കാൻ തയ്യാറായില്ല. അവന്റെ കണ്ണ് മേഘങ്ങൾക്കകത്തുകൂടെ കയറി ചെന്നു. യേശു ആകാശത്തിലോട്ട് പോയെന്നല്ല പൗലോസ് പറഞ്ഞത്. അവൻ പിതാവിന്റെ വലതുഭാഗത്ത് സിംഹാസനസ്ഥനായി. ഞാൻ വീണ്ടും ആത്മാവിൽ പറയാം, നിന്റെ ആത്മക്കണ്ണുകൾ പ്രകാശിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ കുറെ കാലങ്ങളായി ലോകം അടച്ച മേഖലയിൽ നിന്റെ കണ്ണ് തുറക്കാൻ പോവുകയാണ്. അഭിഷക്തന്മാരെ തുറക്കാൻ പോവുകയാണ്. ഒരു മേഘത്തിന്റെ അകത്തേക്ക് കയറിപ്പോകുന്ന യേശു എന്ന ചിത്രത്തിൽ അവസാനിക്കേണ്ടടുത്ത് എല്ലാവരുടെയും റെറ്റിന മേഘത്തിന് കീഴിൽ അവസാനിച്ചപ്പോ പൗലോസിന്റെ സ്പിരിച്വലായി മേഘങ്ങളെ തുറന്നു കയറി. അവിടെയാണ് നമുക്ക് മനസ്സിലായത്, അദ്ദേഹം മേഘങ്ങൾക്കകത്ത് കയറിപ്പോയ ആളല്ല. എവിടെ നിന്ന് ഇറങ്ങി വന്നോ അവിടെ ചെന്ന് സകല അധികാരങ്ങളും സകല വാഴ്ചകളും അവന്റെ കാൽ കീഴാക്കി വച്ച് അവൻ സിംഹാസനത്തിൽ അവൻ വാഴുന്നു. ഇതെങ്ങനെ നമുക്ക് മനസ്സിലായി? പൗലോസ് ഒരു മനുഷ്യന്റെ വെളിപ്പാടിന്റെ കണ്ണു തുറന്നു. ഇത് ഫിസിക്കലി കാണാൻ കഴിയില്ല ജോബി. ഇത് ഫിസിക്കൽ റലം അല്ല. ഫിസിക്കൽ റലത്തിന്റെ ക്ലൈമാക്സ് മേഘത്തിലേക്ക് കയറിപ്പോകുന്ന യേശു. ഫിസിക്കൽ റലം അടഞ്ഞ അവിടെ ഒരു മനുഷ്യന്റെ സ്പിരിച്വൽ ആയി തുറന്നു. എവിടെ നിന്റെ ഭൗമിക മണ്ഡലം അടയുന്നു അതുകൊണ്ടെല്ലാം അവസാനിച്ചെന്ന് പറയരുത്. ഭൗമതലം അടയുന്നടുത്ത് നിന്റെ ആത്മതലം തുറക്കണം. ഫിസിക്കൽ റലം നിന്റെ ലൈഫിൽ ക്ലോസ് ആകുമ്പോൾ ഒരാത്മീയനെ സംബന്ധിച്ച് അവന് പറക്കാനും ഉയരാനും പ്രവേശിക്കാനും അടുത്തൊരു റലമുണ്ട്. അതാണ് സ്പിരിറ്റ് റലം. ഞാൻ ഇങ്ങനെ പറയും, ബർത്തിമായി എന്ന മനുഷ്യൻ ഫിസിക്കലി ബ്ലൈൻഡ് ആയിരുന്നു. ബർത്തിമായി ഫിസിക്കലി ബ്ലൈൻഡ് ആയിരുന്നു. പക്ഷേ ആരും കാണാത്തൊരു കണ്ണ് അദ്ദേഹത്തിനകത്തുണ്ടായിരുന്നു. ഈ ആത്മകണ്ണിന്റെ വെളിച്ചം കൊണ്ട് ഭൗമകണ്ണിന്റെ അന്ധത മാറ്റിയ മനുഷ്യനാണ് ബർത്തിമായി. ആ വാക്കൊരുക്ക് കൂടെ ശ്രദ്ധിക്കണം. ആത്മകണ്ണിന്റെ വെളിച്ചം കൊണ്ട്
ഭൗമ കണ്ണിന്റെ അന്ധത മാറ്റിയ ആളാണ് Amen. Bartimaeus. യേശു. ആ കണ്ണിൽ തൊട്ടില്ല. Yes. ബർത്തിമായുടെ അന്ധതയുടെ കണ്ണിൽ യേശു തൊട്ടില്ല. Amen. ബർത്തിമായുടെ അന്ധമായ കണ്ണിൽ യേശു പ്രാർത്ഥിച്ചില്ല. ബർത്തിമായുടെ അന്ധമായ കണ്ണിൽ യേശു തുപ്പിയില്ല. ബർത്തിമായുടെ അന്ധമായ കണ്ണിൽ യേശു മണ്ണ് വാരി തേച്ചില്ല. ബർത്തിമായുടെ അന്ധമായ കണ്ണിൽ യേശു കൊളുത്തിക്കൊണ്ട് കഴിയില്ല. ബർത്തിമായുടെ അന്ധമായ കണ്ണിനെ നോക്കി യേശു പറഞ്ഞത് പൊയ്ക്കോളാനാണ്. Hallelujah. ജീസസ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഭൗമിക കണ്ണിന്റെ അന്ധതയേക്കാൾ അദ്ദേഹം വിളിച്ചൊരു വിളി, സൺ ഓഫ് ഡേവിഡ്, സൺ ഓഫ് ഡേവിഡ്. അതെല്ലാവർക്കും വിളിക്കാൻ കഴിയില്ല. Amen. അത് പ്രകാശനം ലഭിച്ചവനെ വിളിക്കാൻ പറ്റും. Amen. ഞാനൊരു കാര്യം പറയാം. നമ്മുടെ ഭൗമിക മണ്ഡലം നിങ്ങൾക്ക് വിരോധമായി കിടക്കുകയാണോ? ഭൗമമണ്ഡലം നിങ്ങൾക്ക് വാതിലുകൾ അടച്ചിട്ടിരിക്കുകയാണോ? ഭൗമമണ്ഡലം നമ്മളെ വല്ലാണ്ട് ഞെരുക്കുകയാണോ? ഇതിനകത്തുനിന്ന് എങ്ങനെ എനിക്ക് രക്ഷപ്പെടാൻ കഴിയും പാസ്റ്റർ? എൻ്റെ ജീവിതം കൊണ്ടും ബൈബിളിലെ ചില കാര്യങ്ങൾ കൊണ്ടും ഞാൻ പറയാം. നമ്മുടെ ഭൗമമണ്ഡലത്തിൻ്റെ എല്ലാ ഞെരുക്കങ്ങളെയും തകർക്കാൻ നമ്മുടെ ആത്മക്കണ്ണ് തുറന്നാൽ മതി. അതൊരു വലിയ സീക്രട്ടാണ്. സ്പിരിച്വൽ ഐ കൊണ്ട് നമ്മുടെ ഫിസിക്കൽ വെള്ളത്തെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. Amen. അതൊരു വലിയ സീക്രട്ടാണ്. Amen. ഒരു മനുഷ്യന്റെ കണ്ണു തുറന്നു. ജോബി, Amen. ഈ സുവിശേഷം പഠിച്ചാൽ ക്രൂശിൽ തല താഴ്ത്തി കിടക്കുന്ന യേശുവിനെ നിങ്ങൾക്ക് കാണും. Yes. അത് നന്നായി വരച്ചു കാട്ടിയിട്ടുണ്ട്. Yes. എസ്പെഷ്യലി യോഹന്നാൻ, അദ്ദേഹം അത് കണ്ടതാണ്. Amen. അതുകൊണ്ട് ഒരു കാര്യം പോലും മിസ്സാകാതെ അവരതിനെ യേശുവിന്റെ ക്രൂശ് അവര് വിശദീകരിച്ചു. വ്യക്തമായി Amen. നമുക്ക് വരച്ചു കാണിച്ചു. Amen. ക്രൂശിൽ തല താഴ്ത്തിയ യേശു. പക്ഷെ ഒരു പൗലോസിന്റെ കണ്ണു തുറന്നപ്പോ അദ്ദേഹം അതേ ക്രൂശിലേക്ക് നോക്കിയപ്പോൾ തല താഴ്ത്തിയ യേശുവിനെ അല്ല അദ്ദേഹം കണ്ടത്, പിശാചിന്റെ തല തകർത്ത യേശുവിനെയാണ് പൗലോസ് കണ്ടത്. Hallelujah. Praise God. യേശു ക്രൂശിൽ തല താഴ്ത്തി എന്ന് പൗലോസ് എഴുതിയിട്ടില്ല. Amen. പൗലോസ് എന്താ എഴുതിയെന്നറിയോ? അവൻ ക്രൂശിൽ വെച്ച് പിശാചിന്റെ പിശാചിന്റെ തല തകർത്തു. Amen. ഇതാണ് പൗലോസിന്റെ സുവിശേഷം. സുവിശേഷങ്ങളിൽ നമ്മൾ കണ്ടത് ക്രൂശിൽ യേശു ലജ്ജിതനായി, Amen. പരസ്യ കാഴ്ചയായി. പക്ഷെ അതേ ക്രൂശിലേക്ക് ഒരു മനുഷ്യൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ആ മനുഷ്യന്റെ സുവിശേഷം, Amen. യേശു ക്രൂശിൽ വെച്ച് പിശാചിന്റെ തല തകർത്തു. Yes. പിശാചിന്റെ ആയുധവർഗം താഴെ വെപ്പിച്ചു. യേശു ക്രൂശിൽ പരസ്യക്കോലമായെന്നല്ല, യേശു ക്രൂശിൽ വെച്ച് പിശാചിന്റെ മേൽ ജയോത്സവം കൊണ്ടാടി. Hallelujah. Hallelujah. ആമേൻ പറഞ്ഞു സ്വീകരിച്ചു. Praise God. Praise God. തീർന്നില്ല. യേശു ക്രൂശിൽ വെച്ച് പിശാചിനെ പരസ്യ കാഴ്ചയാക്കി. Amen. Amen. അപ്പൊ ക്രൂശിൽ പരസ്യക്കോലമായത് യേശു അല്ല. Amen. പക്ഷെ ഇതെങ്ങനെ കാണാൻ കഴിയും? റെറ്റിന കൊണ്ട് നോക്കിയാൽ നിങ്ങൾ കാണുന്നത് അടിച്ചു തകർക്കപ്പെട്ട യേശു, Yes. The truth. മൂന്നാണിയിൽ തൂങ്ങിക്കിടക്കുന്ന യേശു, Amen. എലോഹി എലോഹി ലമാ ശബത്താനി എന്ന് വിളിക്കുന്ന യേശു, ഒരിറ്റ് വെള്ളം കുടിക്കാൻ കഷ്ടപ്പെടുന്ന യേശു, Amen. വിരൂപനായ യേശു. Amen. അതാണ് മനുഷ്യന്റെ ഭൗമിക കണ്ണിൽ. എന്നാൽ ആത്മകണ്ണിൽ ഒരു മനുഷ്യൻ തുറന്നപ്പോൾ വിരൂപനായ യേശുവിനെ അല്ല കണ്ടത്, Yes. വിരൂപനായ പിശാചിനെയാണ് കണ്ടത്. Amen. Hallelujah. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാം, നിങ്ങൾ ഒരു പക്ഷേ ഇന്ന് രാത്രിയും നിങ്ങളുടെ ജീവിതത്തിന്റെ വിരൂപത കണ്ടു കിടക്കുകയാണെങ്കിൽ, എല്ലായിടത്തും എനിക്കാണ് പരാജയം പാസ്റ്റർ, എൻ്റെ മേലാണ് ബന്ധനം, പിശാചിന്റെ സംസ്ഥാന സമ്മേളനം എൻ്റെ വീട്ടിലാണ്, പിശാചിന്റെ സംസ്ഥാന സമ്മേളനം എൻ്റെ റൂമിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നെങ്കിൽ, ഈ രാത്രി ഈ മീറ്റിംഗിൽ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുമിച്ചിരുത്തിയത് എന്തിനാണെന്നറിയോ? പിശാചിന്റെ സംസ്ഥാന സമ്മേളനം കാണാനല്ല, അവനെ നിന്റെ മുമ്പിൽ പരസ്യ കോലമാക്കി നിന്നെ തകർക്കാൻ വന്നവനെ നിന്റെ കാൽ കീഴാക്കി അവനെ ചവിട്ടാൻ നിനക്ക് അധികാരം തന്ന ആ പുത്രനിലൂടെ എന്നെയും നിന്നെയും അധികാരത്തെ തുറന്ന ദൈവത്തെ കണ്ണു തുറക്കട്ടെ, കണ്ണു തുറക്കട്ടെ.
ഇതൊരു കൃപയാണ് സഹോദരങ്ങളെ, ഇതൊരു കൃപയാണ്. തിയോളജി കിട്ടിയെന്ന് പറഞ്ഞ് കണ്ണു തുറക്കത്തില്ല. അറിവ് ലഭിച്ചു എന്ന് പറഞ്ഞ് വെളിപ്പാടിന്റെ കണ്ണു തുറക്കത്തില്ല. അതൊരു കൃപയാണ്. ദി സ്പിരിറ്റ് ഓഫ് റെവലേഷൻ, അതൊരു ഗ്രേസാണ്. നമ്മൾ എത്ര ബൈബിൾ പഠിച്ചത് കൊണ്ട് അത് കിട്ടത്തില്ല. എല്ലാ എൻസൈക്ലോപീഡിയ ഇരുന്ന് പഠിച്ചാൽ കിട്ടത്തില്ല. ഞാൻ 6 വർഷം സെമിനാരിയിലെ ലൈബ്രറിയിലെ സകല ബുക്കും പഠിച്ച ആളാണ്. ഞാൻ ഏറ്റവും നല്ല സെമിനാരി പഠിച്ച ആളാണ്. അവിടുത്തെ സകല എൻസൈക്ലോപീഡിയ വായിക്കുക മാത്രമല്ല, എന്നെ ടച്ച് ചെയ്യുന്ന മുഴുവൻ ഇരുന്ന് എഴുതി 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 എനിക്ക് എത്ര ഡയറി എൻ്റെ കയ്യിലുണ്ടെന്ന് എനിക്ക് പോലും അറിയത്തില്ല. എന്തിനാണെന്നറിയോ? എന്തോ എനിക്കറിയാമായിരുന്നു ഇതിനകത്ത് എന്തോ ഞാൻ അറിയാത്തതും ഞാൻ മനസ്സിലാക്കാത്തതും ഇന്നുവരെ എനിക്ക് തുറന്നു കിട്ടാത്ത എന്തോ ഇതിനകത്തുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ അതിൻ്റെ പുറകിലായി. അപ്പൊ ഞാൻ ഈ എൻസൈക്ലോപീഡിയ മുഴുവൻ പഠിച്ചിട്ടും എനിക്ക് കിട്ടിയില്ല. പക്ഷെ എപ്പോഴോ അവൻ എന്നോട് കൃപ തോന്നി. ആ പ്രകാശനം എൻ്റെ മേൽ തുറന്നപ്പോ, അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, വെളിപ്പാടുള്ളൊരു ദൈവദാസനെ നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങളുടെ മിടുക്കല്ല, ദൈവം നിങ്ങളോട് കാണിച്ച കൃപയാണ്. വെളിപ്പാടിൻ്റെ കണ്ണുള്ള ചർച്ചിനകത്ത് നിങ്ങൾക്ക് ഇരിക്കാൻ കഴിഞ്ഞെങ്കിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, ദൈവം നിങ്ങളോട് അസാധാരണ കൃപ കാണിച്ചിരിക്കുകയാണ്. എൻ്റെ ചർച്ചിൽ 5000 പേരുണ്ട്. എൻ്റെ ചർച്ചാണ് സെൻറ്റർ ചർച്ച്. എൻ്റെ ചർച്ച് ഫുൾ AC ആണ്. എൻ്റെ ചർച്ച് ഇതല്ല കുഞ്ഞെ നിൻ്റെ ആത്മീക ജീവിതത്തിൻ്റെ അനുഗ്രഹം. നിന്റെ ചർച്ചിന് വെളിപ്പാടിൻ്റെ കണ്ണുണ്ടോ? ദൈവം തുറന്ന സത്യത്തെ തുറന്നു കാണുന്ന പാസ്റ്ററുണ്ടോ? ദൈവം കാണുന്നത് പോലെ നിങ്ങളെ കാണാനും പഠിപ്പിക്കാനും അതിൽ ജീവിക്കാനും കഴിയുന്ന ഒരു ലീഡർ നിങ്ങളുടെ മുമ്പിലുണ്ടോ? എങ്കിൽ ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കാം. നിങ്ങളേത് സാഹചര്യത്തിൽ നിന്ന് എഴുന്നേറ്റ് വരും, നിങ്ങളേത് സാഹചര്യത്തിൽ നിന്നും പുറത്തു വരും. എത്ര ഭയാനകമായ വിഷയത്തിൽ നിന്നും നിങ്ങൾക്ക് കാണാൻ കഴിയുമെങ്കിൽ നിങ്ങൾ അതിജീവിച്ച് പുറത്തു വരും. ഇന്ന് പകൽ നമുക്ക് വേണ്ടി ദൈവം തുറന്നിട്ടിരിക്കുന്ന സകലതും ഈ മാസങ്ങളിൽ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ അനുഭവിക്കാൻ പോവാണ്. അതിനെ മറച്ചിട്ടിരിക്കുന്ന ആ ഡാർക്ക്നെസ് എന്നിൽ നിന്ന് മാറുന്ന മീറ്റിംഗ് ആണെന്ന് വിശ്വസിച്ചാമേ പറഞ്ഞു. എങ്കിൽ സൂപ്പർ നാച്ചുറൽ ടെസ്റ്റിമണി നമ്മുടെ മേൽ ജനിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ 1-2 കാര്യങ്ങൾ വേഗം പറയട്ടെ. അപ്പം ഞാൻ യേശുവിനെ വിളിച്ച വിളിക്കകത്ത് എനിക്കൊരാശയുണ്ട്. പക്ഷെ യേശു എന്നെ വിളിച്ച വിളിക്കകത്ത് ദൈവത്തിനൊരാശയുണ്ട്. അത് തുറക്കണം. 2, ആ വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാദനം ഇന്നതെന്നു. അപ്പൊ ദൈവം വിശുദ്ധന്മാരിൽ വച്ചേക്കുന്നത് ഔദാര്യമല്ല, അവകാശമാണ്. ഞാൻ ക്രിസ്തുവിൽ നീതീകരിക്കപ്പെട്ടൊരു മനുഷ്യനെന്ന് എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ എൻ്റെ പേര് വിശുദ്ധനെന്നാണ്. ചിലർ പറയും അങ്ങനെയൊന്നും പറയല്ലേ, നമുക്ക് വിശുദ്ധരാകാൻ പറ്റത്തില്ല. അതാണ് നിങ്ങൾ ദൈവത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ ചതി. ചിലർ ഈ താഴ്മയുടെ ഓവർ വേഷം പറയുന്നതാണ്. ഞാൻ പാപിയാണ്, ഞാൻ ഏഴയാണ്, ഞാൻ അടിയനാണ്, ഞാൻ അടിയാത്തിയാണ്. ഇത് പറയുമ്പോൾ എല്ലാവരുടെയും ചിന്ത ദൈവം ചിരിക്കുമെന്നാണ്. ദൈവം കരയുകയാണ്. കാരണം യേശു മുഖാന്തരം എന്നെയും നിങ്ങളെയും ദൈവം തൻ്റെ മകനാക്കി, അവകാശിയാക്കി. നമുക്ക് നഷ്ടപ്പെട്ടത് ദൈവം മടക്കി തന്നു. പക്ഷെ നമ്മൾ ആദ്യം പറയുന്നത് ഞാൻ ഭാവിയാണ്. ഞാൻ പറയുമ്പോൾ എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നൊന്നും എനിക്കറിയത്തില്ല. ചിലരുടെ 100 വർഷം കൊണ്ട് ഇവിടെ പ്രസംഗിക്കുന്ന ചില വാക്കുകളെയാണ് ഞാൻ ബ്രേക്ക് ചെയ്യുന്നത്. ഞാൻ ഭാവിയ എന്ന് 50 പ്രാവശ്യം പറയുമ്പോൾ നിങ്ങൾ അറിയുന്നില്ല, നിങ്ങൾക്ക് വേണ്ടി യേശു ചെയ്ത, പിതാവ് ചെയ്ത രക്ഷാപദ്ധതിയെ നിങ്ങൾ എത്ര അവഹേളിക്കുക. എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, കർത്താവേ ഞാൻ നിന്നിലൊരു നീതിയാണെന്ന്. ഇത് മതം നമ്മളെ പഠിപ്പിക്കത്തില്ല. മതത്തിന് എപ്പോഴും അടിമകളെ വേണം. അതെപ്പോഴും ശ്രദ്ധിച്ചോണം.
മതമാണോ, നീ ഇരിക്കുന്നത് റിലീജിയനിലാണോ, നിന്നെ ഒരിക്കലും അവൻ കാണാൻ പഠിപ്പിക്കത്തില്ല. മതം ഒരിക്കലും മനുഷ്യന്റെ കണ്ണു തുറക്കത്തില്ല. മതത്തിന്റെ പ്രത്യേകത മനുഷ്യനെ അന്ധനാക്കണമെന്നാണ്. അന്ധനായ ഒരു മനുഷ്യനിൽ മാത്രമേ മതത്തിന് ജീവനുള്ളൂ. കണ്ണു തുറന്ന് കാണുന്ന ഒരു മനുഷ്യന്റെ മുമ്പിൽ മതത്തിന് നിലനിൽപ്പില്ല. മതം എപ്പോഴും മനുഷ്യനെ അന്ധനാക്കും, എന്നാൽ യേശു എപ്പോഴും മനുഷ്യന്റെ കണ്ണു തുറക്കും. ചേർന്ന് ആമേൻ പറഞ്ഞു. 3.5 വർഷം യേശു ശുശ്രൂഷിച്ചു, ഇല്ലേ? യേശു ഒരാളെ പോലും യഹൂദനാക്കിയിട്ടില്ല. യേശു ഒരു യഹൂദനായിരുന്നു. യേശുവിന്റെ അടുക്കൽ വന്ന ഒരാളെ യേശു യഹൂദനാക്കിയിട്ടില്ല. യേശുവിന്റെ അടുക്കൽ വന്ന എല്ലാവരുടെയും കണ്ണ് യേശു തുറന്നു. പിതാവിന് അവരാരാണെന്ന് യേശു അവരെ കാണാൻ പഠിപ്പിച്ചു. ഞാനെപ്പോഴും ഇങ്ങനെ പറയും, യേശു ദൈവപുത്രനാണെന്ന് ആ 3.5 വർഷം വെളിപ്പെട്ട എല്ലാ പിശാചുക്കളും പറഞ്ഞു. യേശുവിന്റെ മിനിസ്ട്രിയിൽ വെളിപ്പെട്ട 3.5 വർഷം എവിടൊക്കെ പിശാച് ഇളകിയിട്ടുണ്ടോ, നിങ്ങളില്ലെങ്കിൽ ബൈബിളിൽ പോയി വായിച്ചു നോക്കിക്കോ. എവിടൊക്കെ പിശാച് ഇളകിയിട്ടുണ്ടോ, എവിടൊക്കെ പിശാച് വെളിപ്പെട്ടിട്ടുണ്ടോ, ലെഗ്യോൻ വരെ വന്നിട്ട് പറഞ്ഞു നീ ദൈവത്തിന്റെ പുത്രനാണ്. പിശാച് വരെ പറഞ്ഞു യേശു ദൈവത്തിന്റെ പുത്രനാണ്. പക്ഷെ യേശു ദൈവത്തിന്റെ പുത്രൻ അല്ലെന്ന് പറഞ്ഞത് പള്ളിക്കകത്തിരുന്ന മതപുരോഹിതന്മാരും ന്യായപ്രമാണം പകർത്തി എഴുതാനിരുന്ന ശാസ്ത്രിമാരും. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കണ്ണു തുറന്ന് കാണാൻ കഴിയുന്നവർ ഇനിയെങ്കിലും കണ്ണു തുറക്കട്ടെ. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. പിന്നെ ഇനിയും ഞാൻ അന്ധതയിലേ ജീവിക്കൂ എന്ന് പറഞ്ഞാൽ നിന്റെ വിധി, അല്ലാതെ എന്ത് ചെയ്യാൻ. എനിക്കതേ പറയാനുള്ളൂ. കുഞ്ഞെ, എപ്പോഴും ഞാൻ നിങ്ങളോട് പറയാം, യേശുവിൻ്റെ ദൈവത്വത്തിനും യേശു ആരാന്ന് പറയാൻ മടിച്ചതും അതിനെ തിരുത്തി പറഞ്ഞതും ആ സത്യത്തെ മറച്ചതും പിശാചല്ല. പിശാച് ഒരിടത്തും പറഞ്ഞില്ല നീ നസ്രേ, നീ മറിയയുടെ മോനാണ്, നീ ദൈവം. ലെഗ്യോൻ പറഞ്ഞോ, മറിയയുടെ മോനെ നീ എന്തിനാ ഇങ്ങോട്ട് കയറി വന്നേ? ഇല്ല, ലെഗ്യോൻ വരെ വന്നിട്ട് പറഞ്ഞു നീ ദൈവത്തിന്റെ പുത്രനാണ്. അവിടെ ഒരു വലിയ മർമ്മമുണ്ട്. ലെഗ്യോൻ അറിയാം ഗദരയിൽ അവൻ എത്ര കാലഘട്ടം വരെ ചാൻസ് ഉണ്ടായിരുന്നു. ലെഗ്യോൻ അറിയായിരുന്നു അവന്റെ സമയം. ആ സമയം വരെ അവൻ അവിടെ അനുവാദം ഉണ്ടായിരുന്നു. പക്ഷെ ദൈവപുത്രൻ വന്നപ്പോൾ ലെഗ്യോൻ പറഞ്ഞ അവൻ ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ? നീ എന്തിനാണ് എൻ്റെ സമയത്തിന് മുമ്പേ വന്നത് എന്ന് പറഞ്ഞാൽ, ദൈവത്തിന്റെ പുത്രൻ ഒരു വിഷയത്തിൽ വന്നാൽ ഞാൻ ഇത്രയും വർഷമായിട്ട് ഇവിടെ ഇരിക്കാന്ന് പറയാൻ പോലും ഒരു പിശാചിന് അധികാരമില്ലെന്ന്. ഓ, എൻ്റെ അപ്പൂപ്പൻ്റെ കാലം തൊട്ടിരിക്കുകയാണ്, എൻ്റെ അമ്മാവൻ്റെ കാലം തൊട്ടിരിക്കുകയാണ്, എൻ്റെ ഭാര്യയുടെ കാലം തൊട്ടിരിക്കുകയാണ്, എൻ്റെ അപ്പൻ്റെ കാലത്തും ഇങ്ങനെ ആയിരുന്നു പാസ്റ്ററെ, എൻ്റെ കാലത്തും ഇങ്ങനെ ആയിരിക്കും പാസ്റ്ററെ, എൻ്റെ മകൻ്റെ കാലത്തും ഇങ്ങനെ ആയിരിക്കും പാസ്റ്ററെ. ഈ ബന്ധനം ഒരിക്കലും അഴിയത്തില്ല പാസ്റ്ററെ, ഇതങ്ങ് അപ്പൂപ്പൻ്റെ കാലം തൊട്ടുള്ളതാണ് പാസ്റ്ററെ, ഇത് പാസ്റ്ററിന് അറിഞ്ഞൂടാ പാസ്റ്ററെ, ഇത് വലിയ പാരമ്പര്യമാണ് പാസ്റ്ററെ, ഇത് വലിയ മന്ത്രവാദമാണ് പാസ്റ്ററെ, ഇത് ഭയങ്കര കെട്ടാണ് പാസ്റ്ററെ. എൻ്റെ സിസ്റ്ററെ, നിന്റെ മേൽ വ്യാപരിക്കുന്നത് പുത്രത്വത്തിൻ്റെ ആത്മാവാണെങ്കിൽ സമയത്തിന് മുമ്പേ നിനക്ക് കയറി അവന്റെ സമയം ക്ലോസ് ചെയ്യാം. പക്ഷെ വെളിപ്പാടിന്റെ കണ്ണു തുറക്കണം. പിശാച് വരെ പറഞ്ഞു എന്തിനാണ് എനിക്ക് തന്ന സമയത്തിന് മുമ്പേ നീ വന്നത്, എനിക്ക് പോകേണ്ടി വരും. അപ്പൊ പിശാച് പറഞ്ഞത് യേശു ദൈവപുത്രൻ എന്നാണ്. പക്ഷെ മതവും പാരമ്പര്യവുമാണ് പറഞ്ഞത് യേശു കള്ളനാണെന്നും യേശു വഞ്ചകനാണെന്നും യേശു ബെൽസബൂലിന്റെ ആളാണെന്നും പിശാച് പറഞ്ഞില്ല. പിശാചിനു വരെ യേശു ആരാന്ന് മനസ്സിലായിട്ട്. ഇതാണ് ഇപ്പോഴത്തെ കാലം, നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. ഞാൻ പറയാം, പരിശുദ്ധാത്മാവിന്റെ ചലനം എന്തെന്ന് മനസ്സിലാക്കാത്ത ഈ 2025 ദൈവം എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത, ഒരു സഭയിലൂടെ ദൈവത്തിന്റെ ആഗ്രഹം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഈ കാലഘട്ടത്തിൽ ദൈവം എന്തിനാ നമ്മളെ വച്ചേക്കുന്നെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത, ദൈവതലങ്ങളും സ്വർഗതലങ്ങളും ദൂതന്മാരുടെ തലങ്ങളും പ്രാവചനിക തലങ്ങളും വെളിപ്പാടിന്റെ തലങ്ങളും ദർശകന്റെ തലങ്ങളും ദൈവം എന്തിനാണ് നമുക്ക് വേണ്ടി ഇത്രയും വലിയ ആത്മലോകം തന്നെ തുറന്നു തന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു വല്ലാത്ത കാലത്ത് ദൈവം ഒരു തലമുറയെ വിളിക്കുന്നു, ഇവിടെ കയറി വരിക,
സംഭവിക്കാനുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓ ജീസസ്, ജീസസ്, ഇവിടെ കയറി വാ, ഇവിടെ കയറി വാ. എനിക്ക് ചിലത് നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ട്. ഓ ഇപ്പൊ വിളിയുടെ ആശ, വിശുദ്ധന്റെ മേൽ കിടക്കുന്ന അവകാശത്തിന്റെ പവർ. നെക്സ്റ്റ്, അവന്റെ ബലത്തിന്റെ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ, അവന്റെ ശക്തിയുടെ വല്ലഭത്വത്തിന്റെ വ്യാപാരം, the immeasurable power. The calling, inheritance and the immeasurable power. ഇത് മൂന്നും ചുമന്നുകൊണ്ട് നടക്കുന്നയാളാ നമ്മൾ. നമ്മുടെ മേൽ കിടക്കുന്ന മൂന്ന് കാര്യങ്ങളാണ് his call and the authority and inheritance and the immeasurable power. ഇത് മൂന്നിനെ കുറിച്ചൊരു ഹൃദയ ദൃഷ്ടി, the spirit eye, അത് തുറന്ന് ലഭിക്കണമെന്ന് പൗലോസ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇത് പൗലോസ് മാത്രമല്ല, പഴയ നിയമത്തിലെ ദൈവത്തിന്റെ കൂടെ ചലിച്ച എല്ലാവരും പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. ഈ കണ്ണ് തുറക്കുക എന്ന് പറയുന്നത് ഒരു പ്രവാചക തലം തുറക്കുന്നതാണ്. ഒരു 10 മിനിറ്റ് കൂടെ ഞാൻ എടുക്കും. ഈ മീറ്റിങ്ങിന്റെ കുഴപ്പം ഇതാണ്, ഈ ക്ലോക്ക് വെറുതെ കിടന്ന് ഓടിക്കളയും. ഇതാണ് ഇതിൻ്റെ അകത്തൊരു പ്രശ്നം. ഈ സമയത്തെ പിടിച്ചു നിർത്താൻ അധികാരമുള്ളവർ ജനിക്കേണ്ട സമയമായി. കാരണം ഇതിപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ മീറ്റിംഗ് കഴിയേണ്ട സമയമായി. എന്നാലും ഒരു 10 മിനിറ്റ് നിങ്ങൾ എന്നെ സഹിക്കണം. സഹിക്കുകയല്ല, എനിക്കറിയാം അങ്ങനല്ല നിങ്ങൾ. നമുക്ക് 1-2 കാര്യങ്ങളൂടെ കേൾക്കാനുണ്ട്, പറയാനുണ്ട്. കാരണം എനിക്കറിയാം ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ വിടുവിക്കപ്പെടുകയാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മേൽ ഇത് തുറക്കപ്പെടുകയാണ്. ജീസസ്, ജീസസ്. ഈ ഞാൻ പറഞ്ഞല്ലോ, പ്രവാചക ശുശ്രൂഷയ്ക്കകത്ത് ഞാൻ അന്ന് വന്നപ്പോൾ പറഞ്ഞെന്ന് ഞാൻ ചിന്തിക്കുന്നു നിങ്ങൾക്കത് മനസ്സിലുണ്ടായിരിക്കാം. എന്നാലും ഞാനൊന്ന് ഒരു കാര്യം പറയാൻ വേണ്ടി അത് പറയാം. ഈ പ്രവാചക തലം, പ്രൊഫറ്റിക്കൽ റലം, ദ റലം ഓഫ് പ്രൊഫറ്റിക്, റലം ഓഫ് പ്രൊഫറ്റിക്കിലെ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷ പ്രവചിക്കുക എന്നത് മാത്രമല്ല, മറഞ്ഞു കിടക്കുന്ന സത്യത്തെ കണ്ണു തുറന്ന് കാണുക എന്നതാണ്. അതാണ് റലം ഓഫ് പ്രൊഫറ്റിക്. ഒരു പ്രവാചകന്റെ നാവിനേക്കാൾ ശക്തമാണ് കണ്ണ്. അതാണ് റലം ഓഫ് പ്രൊഫറ്റിക്. റലം ഓഫ് പ്രൊഫറ്റിക്കിനകത്ത് 3 ഓഫീസുണ്ട്. അതിലൊന്ന് ദ ഓഫീസ് ഓഫ് സീർ ആൻഡ് ദ ഓഫീസ് ഓഫ് എ പ്രൊഫറ്റ് ആൻഡ് ദ ഓഫീസ് ഓഫ് എ റെവലേറ്റർ. 3 ഓഫീസുണ്ട്. പ്രൊഫറ്റിക്കലിനകത്ത് 3 ഓഫീസുണ്ട്. അതിലൊന്ന് പ്രവാചകൻ, ദർശകൻ, വെളിപ്പാടുകാരൻ. പ്രൊഫറ്റ്, സീർ ആൻഡ് എ റെവലേറ്റർ. ഈ പ്രൊഫറ്റിനെ നമ്മൾ കണ്ടിട്ടുണ്ട്, സീറിനെ കണ്ടിട്ടുണ്ട്. ഈ മോസസ് ഒരു സീറായിരുന്നു, ഡേവിഡ് ഒരു സീറായിരുന്നു. സീറിന്റെ പ്രത്യേകത കാലഘട്ടങ്ങൾ കഴിഞ്ഞു വരാനുള്ളതിനെ അവർ കാണും. അതുകൊണ്ടാണ് ഡേവിഡ് മെസ്സിയാനിക് സങ്കീർത്തനം എഴുതിയത്. ദാവീദ് മശിഹ സങ്കീർത്തനം എഴുതിയിട്ടുണ്ട്. ദാവീദ് കണ്ടയാളാണ്, മെസ്സിയെ കണ്ടയാൾ. അബ്രഹാം ഒരു ഗ്രേറ്റ് പ്രൊഫറ്റാണ്. പേരില്ലേലും ബൈബിളിലെ ഏറ്റവും ശക്തനായ പ്രവാചകൻ അബ്രഹാമാണ്. ന്യായപ്രമാണം വരുന്നതിന് മുമ്പ്, പ്രവാചകതലം തുറക്കുന്നതിന് മുമ്പ് വിളിച്ചിറക്കിയപ്പോ, നിന്റെ സന്തതിയിലൂടെ ഞാൻ സകല ജനത്തെയും രക്ഷിക്കും എന്ന ദൈവത്തിന്റെ ഗോസ്പൽ, ദൈവം സുവിശേഷം ആദ്യം പറഞ്ഞത് അബ്രഹാമിനോടാണ്. ആദ്യം സുവിശേഷം കേട്ട ആളുടെ പേര് അബ്രഹാമാണ്. നീ മുഖാന്തരം സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും, നീ മുഖാന്തരം സകല ജാതികളും നീതീകരിക്കപ്പെടും. ഈ സുവിശേഷം ആദ്യം പറഞ്ഞത് അബ്രഹാമിനോടാണ്. അബ്രഹാമിനറിയാം, അബ്രഹാമിന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന ഐസക്കിലൂടെ ഒരിക്കലും സകല ജാതി നീതീകരിക്കപ്പെടത്തില്ല. അബ്രഹാമിനും സാറയിലൂടെ വരുന്ന ഇസഹാക്കിലൂടെ ഒരിക്കലും സകല ജാതികളും നീതിമാന്മാരാകത്തില്ല. അങ്ങനെ നീതിമാനാകണമെങ്കിൽ മറ്റൊരു തലമുറ വരണം. അബ്രഹാമിന് വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. വരാനിരിക്കുന്ന ഐസക്കിനെ കുറിച്ചല്ല, വരാനിരിക്കുന്ന മസിഹയെ കുറിച്ച്. അത് കണ്ട് ചലിച്ചയാളാണ് അബ്രഹാം. അത് പൗലോസ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്.
അപ്പം ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞത് ദർശകൻ, പ്രൊഫറ്റ്. ഈ പ്രൊഫറ്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ ഹീസ് എ ടീച്ചർ. ഈ വെളിപ്പെട്ട സത്യത്തിൻ്റെ ടീച്ചറാണ് പ്രൊഫറ്റ്. വെളിപ്പെട്ട സത്യത്തിൻ്റെ ടീച്ചറാണ് പ്രൊഫറ്റ്. ഈ സീർ എന്ന് പറഞ്ഞാൽ ഹീസ് എ റിസീവർ ഓഫ് ഹിഡൻ ട്രൂത്ത്. മറയപ്പെട്ട സത്യത്തിൻ്റെ സ്വീകർത്താവാണ് ദർശകൻ. എന്നൊന്നുകൂടെ പറയാം, പ്രൊഫറ്റ് ഈസ് എ ടീച്ചർ ഓഫ് നോൺ ട്രൂത്ത് and a seer is a receiver of hidden truth. Yes. And a revelator is a bearer of new truth. Amen. എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് ഇതുവരെ തുറന്നു കിട്ടാത്ത ദൈവഹൃദയത്തിൽ മാത്രം ഇരിക്കുന്ന പുതിയ സത്യത്തിന്റെ വാഹകനാണ് വെളിപ്പാടുകാരൻ. ആമേൻ പറഞ്ഞു. ആമേൻ. ഇനി നമ്മൾ ഈ 3 കാര്യങ്ങളെ വെച്ച് ബൈബിൾ ഡിഫൈൻ ചെയ്താൽ മതി. ഈ റെവലേറ്റർ എന്ന പൗലോസ് ഒരു റെവലേറ്ററാണ്. അതുകൊണ്ട് പൗലോസ് ഈ ഭൂമിയിൽ കൊണ്ടുവന്നത് ഹിഡൻ ട്രൂത്ത് അല്ല, നോൺ ട്രൂത്ത് അല്ല, ന്യൂ ട്രൂത്ത് ആണ്. അതുകൊണ്ടാണ് പത്രോസ് പോലും അത് പലയിടത്തും അംഗീകരിക്കാൻ പറ്റിയില്ല. നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ല. ഇന്ന് പൗലോസ് നമുക്ക് ഹീറോയാണ്. അന്ന് പൗലോസ് വരുന്നു എന്ന് കേൾക്കുമ്പോഴേ ഇവിടുത്തെ പാസ്റ്റർമാർക്ക് തലവേദനയാണ്. നിങ്ങൾ ആ ചരിത്രം പോയി പഠിച്ചാൽ മതി. പൗലോസ് എഫെസോസ് സന്ദർശിക്കുന്നു, യെരുശലേം സന്ദർശിക്കുന്നു, റോം സന്ദർശിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഇരിക്കുന്ന ചർച്ച് പാസ്റ്റർമാർക്ക് പേടിയാണ്. കാരണം പൗലോസ് വരുമ്പോൾ ഇവരെ ചോദ്യം ചെയ്യും. കാരണം പൗലോസ് ദൈവം തുറക്കാനിരിക്കുന്ന പുതിയ സത്യത്തിന്റെ വാഹകനാണ്. അതുകൊണ്ടാ യഹൂദന്മാരെല്ലാം ശലോമോൻ പണിത ദേവാലയത്തെക്കാൾ മനോഹരമായ ഒരു ദേവാലയം ദൈവം പണിയുമെന്ന് കാത്തിരുന്നപ്പോൾ പൗലോസ് വന്ന് പറഞ്ഞു, ഇനി നിങ്ങൾ കാത്തിരിക്കേണ്ടത് ആ ദേവാലയമല്ല, യു ആർ ദ ടെമ്പിൾ ഓഫ് ഗാഡ്. നിങ്ങളാണ് ആ ദേവാലയം. അതെവിടെ മറഞ്ഞിരുന്നു? അത് മോശയുടെ ന്യായപ്രമാണത്തിൽ മറഞ്ഞിരുന്നില്ല. അത് ഒരു പ്രവാചകനും മനസ്സിലായില്ല. ഇറ്റ്സ് എ ന്യൂ ട്രൂത്ത്. നിങ്ങൾ കെട്ടി ഉയർത്താൻ പോകുന്ന ടെമ്പിൾ അല്ല, ക്രിസ്തു തന്റെ ശരീരം കൊണ്ട് പണിതെടുത്ത് പരിശുദ്ധാത്മാവിനാൽ രൂപാന്തരപ്പെടുത്തിയ യേശു ശിരസായിരിക്കുന്ന നീ എന്ന ശരീരമാണ് ഇനി ലോകം കാണാൻ പോകുന്ന ഏറ്റവും വലിയ മന്ദിരം. അപ്പോ റെവലേറ്റർ ഈസ് എ ബിയറർ ഓഫ് ന്യൂ ട്രൂത്ത്. ഈ ഭൂമി കാണാനിരിക്കുന്ന പുതിയ സത്യത്തിന്റെ വാഹകരായി ഞാൻ നിങ്ങളെ വിളിക്കുകയാണ്. രാജ്യങ്ങളെ തിരിക്കാൻ ശക്തിയുള്ള ദൈവിക സത്യത്തിന്റെ വാഹകരായി ഞാൻ നിങ്ങളെ വിളിക്കുകയാണ്. നിങ്ങളുടെ കുടുംബം ചരിത്രത്തിന്റെ ഭാഗമല്ല, നിങ്ങളുടെ കുടുംബം സത്യത്തിന്റെ ഭാഗമായി മാറാൻ പോവുകയാണ്. നിങ്ങളുടെ മിനിസ്ട്രി പാരമ്പര്യത്തിന്റെ ഭാഗമല്ല, നിങ്ങളുടെ മിനിസ്ട്രി സത്യത്തിന്റെ ഭാഗമായി മാറാൻ പോവുകയാണ്. കരമുയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കുക. ഈ പ്രവാചക തലങ്ങളിലെല്ലാം ഈ കണ്ണുകൾക്ക് വളരെ പ്രാധാന്യതയുണ്ടായിരുന്നു. പ്രവാചക തലങ്ങളിൽ ജീവിച്ചവരെല്ലാം ഇതിനെ നന്നായി മനസ്സിലാക്കിയ ആളാണ്. ഏലിയാവിന്റെ കൂടെ നടന്ന എലീഷ, ഏലിയാവ് എല്ലാവർക്കും പ്രവാചകനായിരുന്നു. പക്ഷെ എലീഷയ്ക്ക് ഏലിയാവ് ഫാദർ ആയിരുന്നു. ആമേൻ പറയാമോ? എല്ലാവർക്കും ഏലിയാവ് പ്രൊഫറ്റ് ആയിരുന്നു. എലീഷയ്ക്ക് ഏലിയാവ് ഫാദർ. ഏലിയാവ് ചുഴലിക്കാറ്റിൽ എടുത്തപ്പെട്ടപ്പോൾ ഓ മൈ പ്രൊഫറ്റ്, ഓ മൈ പ്രൊഫറ്റ് എന്നല്ല എലീഷ പറഞ്ഞു, ഓ മൈ ഫാദർ. ഹല്ലേലൂയ. ഞാൻ അവിടെ ഒരു പോർഷൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് ഇന്ന് പ്രാർത്ഥിക്കാം. ഇനി അടുത്തൊരവസരത്തിൽ വീണ്ടും വരാം. എന്തായാലും നമ്മൾ കണ്ണു തുറന്ന് കാണും. നിന്റെ പിതാക്കന്മാരുടെ കാലത്ത് മറഞ്ഞുപോയതിനെ നീ തുറന്ന് നിന്റെ വീടിന് കൊടുക്കും. കഴിഞ്ഞൊരു കാലഘട്ടത്തിനെ മണ്ണിട്ട് മൂടിയത് മൂടിയിട്ടില്ല, അതിനകത്ത് ഉറവയുണ്ടെന്നും നീ ആത്മക്കണ്ണുകൊണ്ട് കാണും. അത് ഈ ദൈവദാസനും സഭയും നിങ്ങളുടെ മേൽ തുറന്ന് തന്നിരിക്കും. താങ്ക് യു ജീസസ്,
താങ്ക് യു ജീസസ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 10-ാമത്തെ വാക്യം. 2 രാജാക്കന്മാർ 2:10 നമുക്കറിയാം, എന്നാലും ഞാനൊന്ന് അതിനകത്തുള്ളൊരു ട്രൂത്ത് പറയട്ടെ. 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. അതിന് ഏലിയാവ്, നീ പ്രയാസമുള്ള കാര്യമാകുന്നു ചോദിച്ചത്. നീ പ്രയാസമുള്ള കാര്യമാണ് ചോദിച്ചത്. ഞാൻ നിങ്ങളിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടുമ്പോൾ, ഞാൻ നിന്നിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നുവെങ്കിൽ, നിനക്ക് അങ്ങനെ ഉണ്ടാകും. നിനക്ക് അങ്ങനെ ഉണ്ടാകും. അല്ലെന്ന് വരികിൽ ഉണ്ടാകുകയില്ല. ചേർന്നൊരു ആമേൻ പറയും. അവിടെ എലീശ പറയുന്നൊരു വേർഡുണ്ട്, നീ കാണുന്നു എങ്കിൽ. നീ കാണുന്നു എങ്കിൽ, നീ കാണുന്നു എങ്കിൽ, നീ ഇത് കണ്ടാൽ, അവിടുത്തെ യഥാർത്ഥ മീനിങ് പറഞ്ഞുതരാം. ഏലിയാവ് പറയാ, ഇനി നടക്കാൻ പോകുന്ന ഈ കാര്യങ്ങൾ നിനക്ക് കാണാൻ കഴിഞ്ഞാൽ എൻ്റെ ശരീരത്തിൽ കിടക്കുന്ന പുതപ്പ് നിനക്ക് കിട്ടുമെന്നല്ല, നീ കാണുന്നതെന്തോ അത് നിന്റേതായി മാറും. ക്രിസ്തുവിലൂടെ നമുക്ക് തുറന്ന അവകാശവും വിളിയും പുത്രത്വവും അധികാരവും നമ്മുടെ ആത്മമനുഷ്യന് കണ്ണു തുറന്ന് കാണാൻ കഴിഞ്ഞാൽ അത് നമുക്ക് ലഭിക്കുന്ന മെസ്സേജ് അല്ല, അത് നമുക്ക് ലഭിക്കുന്ന ലൈഫായി മാറും. നീ ഇത് കാണുന്നുണ്ടെങ്കിൽ, എലീശ ഏലിയാവിനോട് ഇവർ ഒരുമിച്ച് സഞ്ചരിച്ചവർ. പല പ്രാവശ്യം ഏലിയാവ് എലീശയെ മാറ്റി നിർത്താൻ ശ്രമിച്ചു. കൂടെ വന്ന സഹശുശ്രൂഷകരെല്ലാം പല സ്ഥലത്തെത്തിയപ്പോൾ അവർ സ്റ്റോപ്പായി. പക്ഷെ ഏലിയാവ് എലീശയുടെ കണ്ണിൽ നിന്ന് മറഞ്ഞില്ല. സത്യത്തിന്റെ കണ്ണിൽ നിന്ന് നീ മറയരുത്. ആമേൻ പറഞ്ഞു. നല്ലതായിട്ട് ആമേൻ പറഞ്ഞു. എവിടെ നിങ്ങൾ സത്യത്തിന്റെ കണ്ണിൽ നിന്ന് മറയുന്നു, ഈ സത്യത്തിന്റെ മുമ്പിൽ നിന്ന് എന്നെ മറയ്ക്കുന്നതിന്റെ പേരാണ് പാപം. പിതാവ് തുറന്ന സത്യത്തിൽ നിന്ന് ആദാമിനെ അത്തിയുടെ മരത്തിന്റെ പുറകിൽ മറച്ചതിന്റെ പേരാണ് പാപം. പിതാവ് ആദാമിനും ഹവ്വയ്ക്കും തുറന്നിട്ട സത്യത്തിൽ ജീവിക്കാൻ കഴിയാതെ വണ്ണം ഏതോ ഒരു അത്തിയുടെ കീഴിൽ അവരെ ഒളിപ്പിച്ചതിന്റെ പേരാണ് പാപം. എലീശ പറഞ്ഞു, ഒരിക്കലും ഞാൻ നിന്റെ കണ്ണിൽ നിന്ന് മറയത്തില്ല. ഞാൻ ഒരിക്കലും നിന്റെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് മറയത്തില്ല. ഞാൻ നിന്റെ കൂടെ തന്നെ കാണും. ഏലിയാവ് പല സ്ഥലത്തും എലീശയെ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിച്ചു. ഞാൻ അതിൻ്റെ എന്നാൽ ഒരു സ്ഥലത്തു ചെന്നപ്പോൾ നിങ്ങൾക്കറിയാം, എലീശ ഏലിയാവിനോട് നിന്റെ ഇരട്ടി പങ്ക് ചോദിച്ചു. ഇരട്ടി പങ്ക്. ഞാൻ പല പ്രാവശ്യം ആ വേർഡ് ചിന്തിച്ചിട്ടുണ്ട്. എന്തായിരിക്കും എലീശ ചോദിച്ചത്? ഡബിൾ പോർഷൻ ആണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ എനിക്ക് ആ വാക്കിനകത്തൊരു തൃപ്തിയില്ല. ശുശ്രൂഷയാണോ, പ്രവാചക ശുശ്രൂഷയാണോ, എനിക്ക് നിങ്ങളെക്കാളും പ്രവചിക്കണമെന്നാണോ, എനിക്ക് നിങ്ങളെക്കാളും ശക്തിയേറിയ മിനിസ്ട്രി ചെയ്യണമെന്നാണോ, അങ്ങ് ചെയ്ത ശുശ്രൂഷയുടെ അടുത്ത ലെവല് ചെയ്യണമെന്നാണോ? എന്തുവാണ് ഈ ഡബിൾ പോർഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടായിട്ടുണ്ടോ? എനിക്കൊരു ദിവസം തൊട്ട് ഉണ്ടായി പാസ്റ്റർ. ഇരട്ടിപ്പങ്ക് എന്ന് ഞാനും കേട്ടിട്ടുണ്ട്. ഡബിൾ പോർഷൻ.
പക്ഷെ എനിക്കെന്തോ അവിടെ എന്തോ ഒരു സത്യം മറഞ്ഞു കിടക്കുന്നുണ്ടെന്ന് എനിക്കൊരു ഇങ്ങനെ എനിക്ക് ഫീൽ ആകുന്നു കേട്ടോ. പലരും ചോദിക്കാറുണ്ട് പാസ് ആ വേർഡ് എങ്ങനെയാ പാസ് എക്സ്പ്ലെയിൻ ഇങ്ങനെ ചെയ്തേ. ഈ ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ എനിക്കൊന്ന് ഫീൽ ചെയ്യും ഈ മലയാളത്തിൽ കിടക്കുന്ന സാധനമല്ല സത്യമെന്ന്, അല്ലെങ്കിൽ ഈ വേർഡിനകത്ത് എന്തോ ഒരു ഹിഡൻ ട്രൂത്ത് ഉണ്ട് എന്ന് എനിക്കൊന്ന് ഫീൽ ആവും. പിന്നെ ഞാൻ അതിൻ്റെ പുറകെ ഇങ്ങനെ സഞ്ചരിക്കും. ചിലപ്പോൾ മാസങ്ങളെടുക്കും, വർഷങ്ങളെടുക്കും അതിനകത്ത് ദൈവം ഉദ്ദേശിച്ച സത്യം തുറന്നു കിട്ടാൻ. അപ്പൊ ഈ എലീശ ചോദിച്ചു ഒരു ഡബിൾ പോർഷൻ. എന്താണ് എലീശ ചോദിച്ചത്? മിനിസ്ട്രിയാണ്. ഈ മിനിസ്ട്രി എനിക്കിനി നമ്മളൊക്കെ ചോദിക്കുന്നതല്ലേ. എൻ്റെ ഫാദർ പ്രൊഫറ്റ് ആണെങ്കിൽ അദ്ദേഹം പ്രവചിച്ചതിനേക്കാളും കൂടുതൽ എനിക്ക് പ്രവചിക്കണം. ഞാൻ തെറ്റെന്നല്ല പറഞ്ഞ്, ഞാനും അങ്ങനെയൊക്കെയാണ്. അദ്ദേഹം ചെയ്ത മിനിസ്ട്രിയേക്കാൾ ശക്തിയോടെ എനിക്ക് മിനിസ്ട്രി ചെയ്യണം. അദ്ദേഹത്തിന് മേൽ കിടക്കുന്ന മാൻറ്റിലിൻ്റെ ശക്തിയേറിയ മാൻറ്റിൽ എനിക്ക് വേണം. എനിക്ക് അങ്ങേയേക്കാൾ മിനിസ്ട്രി ചെയ്യണം. ഡബിൾ പോർഷൻ എൻ്റെ മേൽ വരൂ, എൻ്റെ മേൽ അയക്കൂ. ഇതാ ഞാനൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഞാനിതൊരു പാസ്റ്ററിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ ഡബിൾ പോർഷൻ അനോയിന്റിംഗ് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം ക്യാരി ചെയ്ത അഭിഷേകത്തിൻ്റെ ഇരട്ടി. ഞാൻ ഇവരെ നോക്കി ഇത് നിങ്ങൾ ചിലപ്പോൾ ക്യാമറയിൽ നോക്കുമ്പോൾ ഞാൻ തിരിഞ്ഞിരിക്കുന്നതും ഞാൻ നിങ്ങൾക്ക് മാത്രം ക്ലാസ് എടുക്കുക ഇത് പറയല്ല, ഇവിടെയും കുറച്ച് ആൾക്കാരുണ്ട്. അപ്പം അതാ ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ ഒന്ന് പ്രസംഗിക്കാൻ വന്നതല്ല. ഞങ്ങൾ ഇവിടെ തന്നെ ഒരു ശുശ്രൂഷയുണ്ട്, ഇവിടെ തന്നെ ഒരു 6-7 ചെറുപ്പക്കാർ ഇരിപ്പുണ്ട്. അപ്പോൾ അവരെ നോക്കി ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നരുത് ഞാൻ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് എങ്ങോട്ടോ തിരിഞ്ഞിരിക്കുന്നു. അല്ല, ഞാൻ ഇവരെ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് പറയുകയാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇതെന്തായിരിക്കും ഈ മനുഷ്യൻ ചോദിച്ചത്. ഇപ്പം ഞാൻ നിങ്ങളുടെ ഫാദറാണ്. ഞാൻ നിങ്ങളോട് പറയാ, ഞാൻ ഒരു സ്ഥലത്തോട്ട് പോകാൻ പോവാ, നിങ്ങൾ ഇവിടം വരെ വന്നാൽ മതി, ഇവിടെ നിൽക്കൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ അനുസരിക്കേണ്ട ആളാ. ഏലിയാവിന്റെ കൂടെ പ്രൊഫറ്റിക്കൽ സ്കൂളിൽ ഉണ്ടായിരുന്ന എല്ലാ സഹശുശ്രൂഷകന്മാരും അതനുസരിച്ചു. പക്ഷെ ഒരു മനുഷ്യൻ മാത്രം ഏലിയാവ് നിർത്തിയെടുത്ത് നിന്നില്ല, വീണ്ടും പറ്റിച്ചേരാൻ തുടങ്ങി. ഏലിയാവിനെ വിട്ടുപോകാൻ ഈ മനുഷ്യർ തയ്യാറല്ല. ഏലിയാവ് വിട്ടുപോകാൻ പോവാ ഭൂമിയെ, പക്ഷെ ഏലിയാവിനെ വിട്ടുപോകാൻ എലീശ തയ്യാറല്ല. ഏലിയാവിനറിയാം എടുക്കപ്പെടാൻ പോവാൻ. നിങ്ങൾ ആരും ചിന്തിക്കരുത് ഏലിയാവ് എടുക്കപ്പെടാൻ പോകുന്ന കാര്യം ഇവർക്ക് അറിയത്തില്ല. നിങ്ങളിത് മീറ്റിംഗ് കഴിഞ്ഞ് ആ ഭാഗം ഒന്ന് വായിച്ചോ. അടുത്ത സ്ഥലത്തെത്തുമ്പോൾ ഈ ശിഷ്യന്മാർ പറയുന്നുണ്ട്, നിന്റെ യജമാനൻ നമ്മളെ വിട്ടു പോകാൻ പോകുന്ന കാര്യം നിനക്കറിയത്തില്ലേ? അപ്പൊ ഇത് ആർക്കും അറിയാൻ പാടില്ലാത്ത കാര്യമല്ല. ഏലിയാവിന്റെ അസെൻഷൻ, ഹലോ, ഏലിയാവിന്റെ അസെൻഷൻ, പ്രവേശനം, അത് കൂടെ നടന്ന എല്ലാവർക്കും മനസ്സിലായി. അപ്പൊ അവര് എലീശയോട് പറയുക, നിന്റെ യജമാനൻ അസെൻഡ് ചെയ്യാൻ പോകുന്ന കാര്യം നീ അറിയത്തില്ലേ, പിന്നെ എന്തിനാ നീ അയാളെ കൂടെ നടക്കുന്നത്? അവര് പറഞ്ഞത് യജമാനൻ എന്നാണ്, മാസ്റ്റർ. മാസ്റ്ററിന്റെ കൂടെ നടക്കുന്നതിന് പരിധിയുണ്ട്. ഫാദറിന്റെ കൂടെ നടക്കുന്നതിന് പരിധിയില്ല. കൂടെ നടന്നവർ പറഞ്ഞത് നിന്റെ മാസ്റ്റർ അസെൻഡ് ചെയ്യാൻ പോകുന്നു. പക്ഷെ എലീശയ്ക്ക് ഏലിയാവ് മാസ്റ്റർ അല്ല, ഫാദറാണ്. ഫാദർഹുഡിനകത്ത് നിൽക്കുന്നവരോട് ഞാൻ പറയാം, ഫാദർഹുഡിനകത്ത് നിൽക്കുന്നവരോട്, നിങ്ങൾ ചിന്തിക്കുന്ന ചെറിയ കാര്യമല്ലത്. ഒരു ചെറിയ പ്രശ്നം കാണുമ്പോൾ എല്ലാം കൂടെ വലിച്ചെറിഞ്ഞു പോകുന്ന ഇതുവരെ ലോകം കണ്ട ആത്മപരിപാടിക്ക് നിൽക്കരുത്. നീ ഒരു ഫാദർഹുഡിനകത്ത് കയറിയാൽ അതിനൊരു വാല്യൂ ഉണ്ട്. അത് മെയിൻറ്റെയിൻ ചെയ്യാനും അതിനെ ഓണർ ചെയ്യാനും അതിനെ ഏറ്റവും ഉള്ളതോടെ കാണാനും ആദ്യം പഠിക്കണം. എലീശ വിട്ടുപോയില്ല. ഏലിയാവിനെ അസെൻഡ് ചെയ്യണം. എലീശ വിട്ടുപോകുന്നില്ല. അവസാനം ചോദിക്കുന്നൊരു ചോദ്യമാണ്, നീ എന്നെ വിട്ടുകൊടുക്കാതെ എൻ്റെ കൂടെ നടക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഈ ചോദ്യമാണ്. ഏലിയാവിന് മനസ്സിലായി ഇത് മിനിസ്ട്രി പിടിക്കാനുള്ള നടത്തമല്ല.
ഇത് മിനിസ്ട്രിക്ക് വേണ്ടിയുള്ള നടത്തം അല്ലെന്ന്. Amen. അങ്ങനെയാണെങ്കിൽ പുള്ളിയെക്കാളും ശക്തനായ മിനിസ്റ്ററാണ് എലീഷ. Yes. ഇത് മിനിസ്ട്രി പിടിക്കാനല്ല, ഇത് വേറെന്തോ ഒരു സാധനം പിടിക്കാൻ വേണ്ടിയുള്ള നടത്തമാണ്. Amen. Amen. ഈ ഒരു ചിന്തയിൽ നിന്നാണ് ഞാൻ ഈ ഭാഗം പല 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 വേർഷൻ ബൈബിളിൽ നിന്ന് ഞാനിത് പഠിക്കാൻ ശ്രമിച്ചു. ഇതിലെ MSG എന്ന് പറയുന്ന ഒരു ബൈബിളുണ്ട്. MSG എന്ന് പറയുന്ന ഒരു ട്രാൻസ്ലേഷൻ ഉണ്ട്. അതിനകത്ത് ഞാൻ ഈ വേർഡ് വായിച്ചപ്പോൾ എനിക്ക് കുറച്ച് പ്രകാശനം ലഭിച്ചു. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം. When they reached the other side, Elijah said to Elisha, "What can I do for you before I am taken from you? Ask anything." Elisha said, "Your life repeated in my life." Amen. Amen. Oh Rama say, "Your life repeated in my life." അവിടെ കൊടുത്തിരിക്കുന്ന ഭാഗം അങ്ങനെയാണ്. നിന്റെ ജീവിതം എന്റെ ജീവിതത്തിലൂടെ ആവർത്തിക്കട്ടെ. Amen. 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 നിന്നെ പോലെ ഒരു വിശുദ്ധ മനുഷ്യനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Lord, thank you. ഞാനൊരു പ്രവാചകനാകാൻ ആഗ്രഹിക്കുന്നു. സെൻഡ് മീ ദ പ്രൊഫറ്റിക് എന്നല്ല എലീഷ പറഞ്ഞത്. നീ ജീവിച്ച ലൈഫ് ഉണ്ടല്ലോ, നീ ഇവിടെ നിന്ന് എടുക്കപ്പെടുക. നീ ചെയ്ത പ്രൊഫറ്റിക്കൽ റലം ഇനിയും ഇവിടെ വരും. ദേ അവിടെ നിൽക്കുന്ന 50 പ്രവാചകന്മാരില്ലേ, അവർ നിന്നെക്കാളും ശക്തമായി പ്രവചിക്കും. അപ്പൊ നീ ഇവിടെ നിന്ന് എടുക്കപ്പെട്ടാൽ പ്രവചന റലം അടയത്തില്ല, പക്ഷെ നീ എൻ്റെ മുമ്പിൽ ജീവിച്ച് കാണിച്ചൊരു ലൈഫ് റലമുണ്ട്. അത് നിന്നിൽ മാത്രം കിടന്നതാണ്. അങ്ങിവിടെ നിന്ന് അസെൻഡഡ് ആയാൽ ആ ലൈഫ് ഭൂമിക്ക് മിസ്സാകും. എനിക്ക് ചോദിക്കാനുള്ള ഒറ്റ ചോദ്യം, സെൻഡ് മീ യുവർ ലൈഫ്. എന്റെ ദൈവമക്കളെ, നിങ്ങൾക്ക് ചിന്തിച്ചാലും മനസ്സിലാക്കാൻ പറ്റാത്തൊരു വേടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ആഹാബിനെയും ഈസബേലിനെയും ഒരു ചരിത്രത്തെ മുൾമുനയിൽ നിർത്തി ജീവിച്ചിട്ട് പോയ ഒരു പ്രവാചകൻ. ആ തലമുറയിലെ ഏറ്റവും വലിയ ശക്തിയായ ഇസബേലിയ സ്പിരിറ്റിന്റെ മുമ്പിൽ തല താഴ്ത്താത്തൊരു പ്രവാചകൻ, ജീവിതം കൊണ്ട് എഴുന്നേറ്റ് നിന്ന പ്രവാചകൻ. എലീശ ചോദിച്ചു, ഡബിൾ പോർഷൻ എന്ന് പറഞ്ഞ എന്താണെന്നറിയോ? സെൻഡ് മീ യുവർ ലൈഫ്. ഇനി നിങ്ങൾ ആ വാക്യം വായിക്കണം. എലീശ എന്ത് പറഞ്ഞു? നീ ചോദിച്ചത് എന്നെ കൊണ്ട് നടക്കത്തില്ല. ഇനി നിങ്ങൾ ആ വാക്യം ഡിഫൈൻ ചെയ്യും. നീ ചോദിച്ചത് കൃപാവരമാണെങ്കിൽ ഞാൻ തരാം. നീ ചോദിച്ചത് പ്രൊഫറ്റിക്കൽ ആണെങ്കിൽ ഞാൻ നിന്റെ തലയിൽ കൈവയ്ക്കാം. പക്ഷെ നീ ചോദിച്ചത് അതല്ല. നീ ചോദിച്ചത് ലൈഫാണ്. എന്തിനാ ചോദിച്ചേ? അടുത്തൊരു പ്രവാചകനാകാനല്ല, അടുത്തൊരു വിശുദ്ധ മനുഷ്യനാകാൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, കണ്ണു തുറക്കണം, കണ്ണു തുറക്കണം. യേശു നമുക്ക് തന്നത് ലൈഫാണ്. യേശു നമുക്ക് തന്നത് ലൈഫാണ്. എന്തിനാ ഈ ലൈഫ് തന്നെ? അവനെ പോലെ ജീവിക്കാൻ. ഇനി നിങ്ങൾ ലേഖനങ്ങൾ പഠിച്ചു നോക്കിക്കോ. ലേഖനങ്ങൾക്കകത്ത് കിടക്കുന്ന വാക്യം നിങ്ങൾക്ക് മനസ്സിലാവും. തന്റെ പുത്രന്റെ അതേ സാദൃശ്യവും അതേ സ്വരൂപവും നിന്നിലൂടെ ഭൂമി കാണാം എന്ന് പറഞ്ഞാൽ 33.5 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് പോയ ആ യേശുവിന്റെ ജീവിതം ഇവിടെ അവസാനിച്ചിട്ടില്ല. അത് എന്നിലൂടെ ആവർത്തിക്കുന്നു എന്ന് ഭൂമി കാണാൻ. ആ ലൈഫ് എന്നിൽ തുറന്നാൽ പ്രൊഫറ്റിക്കലും തുറക്കും, അപ്പോസ്റ്റലിക്കും തുറക്കും, ഇവാഞ്ചലിക്കും തുറക്കും, സകല ശുശ്രൂഷയും ഈ ലൈഫിനകത്ത് തുറക്കും. ഞാൻ നിങ്ങളോട് പറയട്ടെ,
സ്പിരിച്വൽ ഗിഫ്റ്റ്സിനേക്കാൾ പവറാണ് ലൈഫ്. ലൈഫിനകത്താണ് എല്ലാ ഗിഫ്റ്റും ഉള്ളത്. ആ ഗിഫ്റ്റിനേക്കാൾ ശക്തമാണ് ഫ്രൂട്ട്. ഫ്രൂട്ട് ഇരിക്കുന്നത് ഗിഫ്റ്റിലല്ല, ഫ്രൂട്ട് ഇരിക്കുന്നത് ലൈഫിലാണ്. ഇന്ന് എൻ്റെ കൂടെ ഇരിക്കുന്ന എല്ലാ മക്കളോടും ഞാൻ പറയുന്നു, നമ്മുടെ മേലൊരു ലൈഫ് തുറന്നിട്ടുണ്ട്. യേശുവിൽ വ്യാപരിച്ച അതേ ജീവൻ, യേശുവിൽ വ്യാപരിച്ച അതേ ആത്മാവ്, ദ സെയിം ലൈഫ്, അതാണ് യേശു നമുക്ക് തന്നത്. ഞാൻ വന്നത് ജീവൻ നൽകാനും, പറഞ്ഞു, ഞാൻ വന്നത് ജീവൻ നൽകാനും സമൃദ്ധമായ the abundance of life. The abundance of life. ഏലിയാവ് പറഞ്ഞു, നീ ചോദിച്ചത് ലൈഫാണ്, നീ കയറി തൊട്ടത് ലൈഫിനെയാണ്. അതെനിക്ക് തരാൻ കഴിയില്ല. പക്ഷേ ഞാൻ അസെൻഡഡ് ആകുന്ന ഈ ഒരു റലം, അത് ഏലിയാവിന്റെ എന്താ പറയുന്നേ, ഏലിയാവ് എന്ന മനുഷ്യന്റെ ലൈഫിലെ ദൈവം കൊടുത്ത ആദരം, മരണം കാണാതെ തീ കൊണ്ട് കത്തുന്ന രഥത്തിനകത്ത്, ഫിസിക്കലി തീയുടെ രഥത്തിനകത്തൊരു മനുഷ്യൻ കയറി ചെന്നിരിക്കുന്ന ആ മഹത്വകരമായ ആത്മതലം നീ കാണുന്നുണ്ടെങ്കിൽ ഇത് നിന്റേതായി മാറും. എലീശ കണ്ടു. അവൻ തിരികെ ഏലിയാവിൻ്റെ പുതപ്പും കൊണ്ട് യോർദാനെ അടിച്ച് മടങ്ങിപ്പോയി. 6-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം. 2 Kings 6:17. 2 Kings 6:17. പിന്നെ എലീശ പ്രാർത്ഥിച്ചു, യഹോവേ ഇവൻ കാണത്തക്കവണ്ണം, യഹോവേ എന്റെ പ്രവാചക ശിഷ്യൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. അവിടുത്തെ പ്രാർത്ഥന ശ്രദ്ധിച്ച്, തനിക്ക് പ്രതികൂലമായി നിൽക്കുന്ന സാഹചര്യം മാറണമേ എന്നുള്ള പ്രാർത്ഥനയല്ല, എന്റെ വീടിന് ചുറ്റും നിൽക്കുന്ന പ്രതിസന്ധികൾ എടുത്തു കളയണമേ എന്ന പ്രാർത്ഥനയല്ല, എനിക്ക് വിരോധമായി നിൽക്കുന്ന ശത്രുവിന്റെ തന്ത്രങ്ങളെ തകർക്കണമേ എന്ന പ്രാർത്ഥനയല്ല, എനിക്കെതിരെ നിൽക്കുന്ന ശത്രുവിനേക്കാൾ എനിക്ക് അനുകൂലമായി ദൈവം തുറന്നിട്ടിരിക്കുന്ന ദൈവിക സാധ്യതകളെ കാണുവാൻ ഇവന് കണ്ണുണ്ടാകണേ എന്നല്ല, കണ്ണു കൊടുക്കണമേ എന്നല്ല. നിങ്ങൾ ഈ ബൈബിൾ മുഴുവൻ നിങ്ങൾ വായിച്ചോ, പ്രവാചകന്മാർ കണ്ണുണ്ടാകാൻ പ്രാർത്ഥിച്ചിട്ടില്ല, കണ്ണു കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ടില്ല, കണ്ണു തുറക്കണമെന്നേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. അതിനർത്ഥം എല്ലാ മനുഷ്യന്റെ മേലും ദൈവം അങ്ങനെ ഒരു കണ്ണ് വച്ചിട്ടുണ്ട്. നിങ്ങളുടെ മേലതുണ്ട്, എന്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങളുടെ മേലതുണ്ട്. എന്തിനാണ് യേശു അവിടെ കണ്ണു തുറക്കാൻ എലീശ പ്രാർത്ഥിച്ചു, ഇവന്റെ കണ്ണു തുറക്കണമേ. യഹോവ ബാല്യക്കാരന്റെ കണ്ണു തുറന്നു. യഹോവ പ്രശ്നം മാറ്റിയെന്നല്ല, പ്രതികൂലം മാറ്റിയെന്നല്ല, സാഹചര്യം മാറ്റിയെന്നല്ല, അവിടെ ബോംബിട്ടെന്നല്ല, ഒരു കണ്ണു തുറന്നാൽ തീരുന്ന പ്രശ്നമേ നിനക്കുള്ളെന്ന് എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? ഇതിനപ്പുറത്ത് എനിക്കൊരു പ്രവചന ശബ്ദം ഇല്ലെന്ന്. എന്റെ പാസ്റ്ററെ, എനിക്കെതിരെ ശത്രു വാടകോരി നിൽക്കുകയാണോ, ആയുധം കൊണ്ട് നിൽക്കുകയാണോ? എന്റെ പ്രവാചക ദൂതൻ, നിന്നെ മേൽ ദൈവം ഇട്ടിരിക്കുന്ന അധികാരത്തിന്റെ കണ്ണ് നിനക്ക് തുറന്നാൽ, എലീശയുടെ ശിഷ്യന്റെയും കണ്ണു തുറന്നപ്പോൾ ശത്രുവിന് അന്ധത പിടിച്ചു. തുറക്കേണ്ട കണ്ണു തുറന്നപ്പോ അടയേണ്ട കണ്ണു അടഞ്ഞു. ആ മനുഷ്യന്റെ കണ്ണു തുറന്നപ്പോൾ എന്ത് കണ്ടു? എലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. ഒരു വാക്കുകൂടെ പറഞ്ഞ് നിർത്താൻ പോവാ. ഏലിയാവിൽ എലീശ കണ്ടത് ഒരു രഥമാണ്. ഒരു രഥവും കുതിരയുമാണ്. ഒരു രഥത്തിൽ കയറി, അഗ്നി രഥത്തിൽ കയറി ഏലിയാവ് പോയി.
പക്ഷെ അടുത്ത ജനറേഷന്റെ കണ്ണു തുറന്നപ്പോ കണ്ടത് ഒരു രഥമല്ല, ആ മല നിറയെ രഥമാണ്. ഇതാണ് ജനറേഷണൽ മിനിസ്ട്രി. ഇതാണ് നിനക്ക് കണ്ണു തുറന്ന് കാണുന്ന ഒരപ്പനെ നിന്റെ ആത്മീക പിതാവായി കണ്ടാൽ നീ കാണാൻ പോകുന്നത് ഒരു രഥമല്ല. എലീശയുടെ കണ്ണു തുറന്നപ്പോ എലീശ ഏലിയാവിൽ കണ്ടത് ഒരു രഥമാണ്. പക്ഷെ എലീശ തന്റെ ശിഷ്യന്റെ കണ്ണു തുറന്നപ്പോ ശിഷ്യൻ കണ്ടത് മല നിറയെ രഥമാണ്. എന്താണ് അതിന്റെ അർത്ഥം? ഒരാത്മതലത്തെ നിങ്ങളുടെ ആത്മമനുഷ്യന്റെ മുമ്പിൽ വെളിപ്പെട്ടാൽ അതിന്റെ അർത്ഥം പിന്നെ ആ ആത്മതലം നിന്റെ കൂടെ സഞ്ചരിക്കും. നീ എവിടാണോ അവിടെയാണ് ആത്മതലം. ഇപ്പൊ എലീശ എവിടെയാണോ എലീശയുടെ വീടിന് ചുറ്റുമാണ് ആത്മതലം. ഞാൻ പ്രാർത്ഥിക്കാൻ പോവാണ്. ഏതൊക്കെ ആത്മതലങ്ങൾ നമ്മുടെ ആത്മമനുഷ്യന് തുറന്നു കിട്ടിയിട്ടുണ്ടോ? പുത്രത്വം തുറന്നു കിട്ടിയിട്ടുണ്ടോ? പുത്രത്വം തുറന്നു കിട്ടിയിട്ടുണ്ടെങ്കിൽ നീ കിടക്കുന്ന വീടിന് ചുറ്റും പുത്രത്വം. അവകാശത്തിന്റെ ആത്മതലം തുറന്നു കിട്ടിയിട്ടുണ്ടോ? എങ്കിൽ നിന്റെ ലൈഫ് മുഴുവൻ അതാ. ക്രിസ്തു നമുക്ക് ചെയ്ത നീതിയുടെ തലം തുറന്നു കിട്ടിയിട്ടുണ്ടോ? യേശുവിന്റെ രക്തത്തിന്റെ അധികാരം തുറന്നു കിട്ടിയിട്ടുണ്ടോ? മഹത്വത്തിന്റെ തലം തുറന്നു കിട്ടിയിട്ടുണ്ടോ? അഭിഷേക തലം തുറന്നു കിട്ടിയിട്ടുണ്ടോ? വിശ്വാസ തലം തുറന്നു കിട്ടിയിട്ടുണ്ടോ? ഹെവൻലി റലം തുറന്നു കിട്ടിയിട്ടുണ്ടോ? ഏഞ്ചലിക് റലം തുറന്നു കിട്ടിയിട്ടുണ്ടോ? ഏതൊക്കെ ഈ തലമുറയിൽ നമ്മുടെ ആത്മമനുഷ്യന്റെ മുമ്പിൽ ദൈവം തുറന്നു കാണിക്കുന്നോ അത് ഏതോ ഒരു മീറ്റിംഗിൽ, ഏതോ ഒരു സമയത്ത്, ഏതോ ഒരു മിനിറ്റിൽ കാണാനുള്ളതല്ല. ദൈവം നമ്മുടെ ആത്മതലത്തിൽ അത് തുറന്നാൽ അതിനൊരു അടയാളമുണ്ട്. എനിക്കും നിങ്ങൾക്കും തുറന്നു കിട്ടിയ ആ ആത്മതലം ഇനി നിങ്ങളെ വിട്ടു പോകത്തില്ല. അത് നിങ്ങളുടെ കൂടെ അതിന്റെ പൂർണ്ണതയോടെ ഇറങ്ങി വരും. ഇന്ന് ഈ സമയം എല്ലാ കണ്ണുകളും അടച്ചോ. എന്റെ ജീവിതത്തിൽ അത് തുറന്നു വരികയാണ്. എന്റെ കുടുംബത്തിൽ അത് തുറന്നു വരികയാണ്. എന്റെ സമ്പത്തിൽ അത് തുറന്നു വരികയാണ്. എന്റെ മിനിസ്ട്രിയിൽ അത് തുറന്നു വരികയാണ്. എന്തൊക്കെ ദൈവം എനിക്ക് വേണ്ടി തുറക്കാൻ ആഗ്രഹിച്ചോ അത് മുഴുവൻ തുറന്നു കാണുവാൻ കർത്താവേ എന്റെ കണ്ണു തുറക്കണമേ. എല്ലാ കണ്ണുകളും അടച്ച് ഒരു മിനിറ്റ് നമുക്ക് ചേർന്ന് ഈ ആത്മതലത്തെ സ്വീകരിക്കാം. പ്രാർത്ഥിച്ചോളൂ. ഞാൻ രോഗിയല്ലെന്ന് പറഞ്ഞു പ്രാർത്ഥിക്കും. സൗഖ്യത്തെ തുറന്നു കണ്ടു പ്രാർത്ഥിക്കും. വാതിലുകൾ തുറക്കുന്നത് കണ്ടു പ്രാർത്ഥിക്കുക. എന്റെ കൂടെയുള്ളവൻ അവരുടെ കൂടെയുള്ളവരെക്കാൾ അധികമെന്ന് കണ്ടു പ്രാർത്ഥിക്കുക. കഴിഞ്ഞ നാളേക്കാൾ തുറക്കട്ടെ കർത്താവ്. ഭാവി തുറക്കട്ടെ കർത്താവ്. ശുശ്രൂഷ തലങ്ങൾ തുറക്കട്ടെ കർത്താവ്. ആത്മതലങ്ങൾ തുറക്കട്ടെ കർത്താവ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഈ മാസം തുറക്കേണ്ട എല്ലാ ഞങ്ങൾ ഒരുമിച്ച് സ്വീകരിക്കുന്നു. കണ്ണു തുറക്കണമേ. ഹാഗറിന്റെ കണ്ണു തുറന്ന് നീരുറവ കണ്ടതുപോലെ എലീശയുടെ ശിഷ്യൻ കണ്ണു തുറന്ന് ആത്മതലം കണ്ടതുപോലെ ഏലിയാവിന്റെ ശിഷ്യൻ കണ്ണു തുറന്ന് ആ മേഘം കണ്ടതുപോലെ യേശു മുഖാന്തരം മാനവലോകത്തിന്റെ കണ്ണു തുറന്ന് ആ നിത്യജീവന്റെ സമൃദ്ധി കണ്ടതുപോലെ കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. കാണുന്നത് താൽക്കാലികം, കാണാത്തത് നിത്യം. സൗഖ്യത്തെ സ്വീകരിക്കുക, സമൃദ്ധിയെ സ്വീകരിക്കുക, പ്രാർത്ഥനകളെ സ്വീകരിക്കുക, വെളിപ്പാടുകളെ സ്വീകരിക്കുക, ജ്ഞാനത്തെ സ്വീകരിക്കുക. I receive, Lord. I receive, Lord. കഴിഞ്ഞ നാളേക്കാൾ ഇനിയുള്ള നാൾ വിലയുള്ളതായി കണ്ട് ഓടി
ദൃഷ്ടി വച്ച് ഇനിയുള്ള നാൾ പാഴാക്കാതെ കഴിഞ്ഞ നാളേക്കാൾ ഇനിയുള്ള നാൾ വിലയുള്ളതായി ഞങ്ങൾ ജീവിക്കാൻ പോകാതെ ഞങ്ങൾ യേശുവിൽ മാത്രം അധികാരത്തോടെ ദൃഷ്ടി വച്ച് നിരാശകൾ ഞങ്ങളുടെ മേൽ സ്ഥാനമില്ല, ഭയം ഞങ്ങളുടെ മേൽ സ്ഥാനമില്ല. ഞങ്ങൾ കണ്ണു തുറക്കുകയാണ്. യേശുവല്ലാതെ നിക്കാരുമില്ലേ, എപ്പോഴും ആ നാമം നാവിൽ മാത്രം, അല്ലാതെ ആരുമില്ലേ. അങ്ങയുടെ ലൈഫ് യേശുവേ, അങ്ങ് ജീവിച്ച ജീവിതം 33 വർഷം അങ്ങ് ജീവിച്ച് ജയിച്ച ജീവിതം, അതിനെ ഞങ്ങൾ സ്വീകരിക്കുക. ആധാരമേ, എന്നലിവേ, എൻ തണലേ, എന്നഴകേ, എന്നാധാരമേ. Receive the life. യേശു ജീവിച്ച ജയത്തിന്റെ ജീവിതം അവസാനിച്ചിട്ടില്ല. യേശു ജീവിച്ച ജയത്തിന്റെ ജീവിതം അവസാനിച്ചിട്ടില്ല. അതിവിടെ തുടരുകയാണ്. വിശ്വസിക്കുന്ന നമ്മളിലൂടെ അത് ഭൂമി കാണുകയാണ്. വിശ്വസിക്കുന്ന നമ്മളിലൂടെ അത് നമുക്ക് തുറന്നു കാണുവാൻ കർത്താവ് നമ്മുടെ കണ്ണു തുറക്കട്ടെ. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. You all are precious. You all are glorious. I love you. I bless you. See you again. Amen.